ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ കുരിശിൽ സ്വയം ബലിയായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മോചന ദ്രവ്യ അഭിഷേകത്തിലായിരിക്കുവാൻ തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ കുരിശിൽ സ്വയം ബലിയായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മോചന ദ്രവ്യ അഭിഷേകത്തിലായിരിക്കാൻ തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ കുരിശിൽ സ്വയം ബലിയായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മോചന ദ്രവ്യ അഭിഷേകത്തിലായിരിക്കുവാൻ തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൻ്റെ 123-ാമത്തെ സെഷനാണല്ലോ ഇത്. 3-ാം പ്രമാണം സാബത്ത് ആചരണം, അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള 53-ാമത്തെ സെഷനും അമ്മയുടെ പള്ളിക്കൂടത്തിലിരിക്കുന്ന 22-ാമത്തെ സെഷനുമാണ്. പരിശുദ്ധ അമ്മയുടെ പള്ളിക്കൂടത്തിലിരിക്കുക, ജപമാലയിലൂടെ ഈശോയെ നോക്കി ധ്യാനിക്കുക. അങ്ങനെ സ്വർഗത്തിന് വേണ്ടി അമ്മ നമ്മളെ ഒരുക്കുന്നു. സാബത്ത് ആചരണത്തിൻ്റെ ഉന്നം സ്വർഗഭവനത്തിലേക്ക് നമ്മൾ ഒരുക്കപ്പെടുക എന്നുള്ളതാണ്. സ്വർഗീയ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ അടയാളം പരിശുദ്ധ അമ്മ. അമ്മയുടെ കൈക്ക് പിടിച്ച് നമ്മൾ സ്വർഗോന്മുഖരായിട്ട് ഭൂമിയിൽ ആയിരിക്കുമ്പോൾ വളരണം. ആ വളർച്ചയുടെ മനോഹരമായ അനുഭവമാണ് സാബത്തിലെ ഞായറാഴ്ച ആചരണവും സ്വർഗീയ വ്യക്തികളുമായുള്ള കൂട്ടായ്മയും വഴി നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ദൈവം നൽകിയിരിക്കുന്നത്. കുർബാനയിൽ നമ്മൾ അമ്മയോടൊപ്പമാണല്ലോ ബലിയർപ്പണത്തിന് നമ്മൾ എടുത്തു പറയുന്നുണ്ട്. അമ്മയെക്കുറിച്ച് അമ്മയോട് ചേർന്ന് നമ്മൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പം ഈ ഒരു ചിന്തയെല്ലാം പശ്ചാത്തലമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഈ ജപമാലയിലൂടെ ഇങ്ങനെ അമ്മയുടെ പള്ളിക്കുറിച്ചിരിക്കുന്ന ഈ അനുഭൂതികൾ കടന്നു പോകുന്നത്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ദുഃഖത്തിൻ്റെ 5-ാം ദിവ്യരഹസ്യത്തെക്കുറിച്ചാണല്ലോ. ഈശോയുടെ കുരിശിലെ ബലി, കുരിശിൽ സ്വയം ബലിയായിട്ട് ഈശോ അർപ്പിച്ചു. ഈശോയുടെ കുരിശിലെ ബലി ഒരു കെണിയിൽപ്പെട്ടതുപോലെ പരാജയപ്പെട്ടു പോയ ഒരു നിമിഷം അല്ല എന്ന് നമുക്കറിയാം. ഞാൻ ബാംഗ്ലൂരായിരിക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ ഉള്ള 1-2 ആൺപിള്ളേർ അവർ പഠിക്കുന്ന സ്കൂളിൽ കൂട്ടുകാരുടെ ഇടയിൽ അനുഭവപ്പെട്ടൊരു വിഷമം പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ കൂട്ടുകാർ ഭൂരിഭാഗം പേരും അക്രൈസ്തവരാണ്. അവരിങ്ങനെ ക്ലാസ്സിൽ ഇടസമയത്തിരുന്ന് സംസാരിച്ചപ്പോൾ ഈ പല മതവിശ്വാസങ്ങൾ, അവിടെയുള്ള ദൈവം, ആരാണ് ദൈവം, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പം കൂട്ടുകാരെ ഇവർ ക്രിസ്ത്യാനികളാണെന്ന് അറിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ദൈവം എന്നാ ദൈവമാണ്? നിങ്ങളുടെ ദൈവം ഇങ്ങനെ കുരിശ് തറച്ച് കൊല്ലപ്പെട്ട ഒരു കുറ്റവാളി, അതാണ് ദൈവം. കുരിശി കൊല്ലാൻ വേണ്ടി വന്ന ആൾക്കാരിന്ന് രക്ഷപ്പെടാൻ പോലും പറ്റിയില്ല, കൂടെ ഉള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല, സ്വയം രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുരിശെ കിടന്ന് പടഞ്ഞ് മരിച്ച് കൊല്ലപ്പെട്ട ഒരാൾ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്നാ ദൈവമാണ് എന്നിങ്ങനെ കൂട്ടുകാർ പറയുമ്പോൾ അത് കേട്ടിട്ട് ഈ പിള്ളേർ വിഷമിച്ച് ശരിയാണല്ലോ, ഇതെന്നാ ഇങ്ങനെ ദൈവമായിട്ടിങ്ങനെ. അങ്ങനെ വിഷമത്തിന് വീട്ടിൽ വന്ന് പറഞ്ഞ് ഞാൻ ആ കുടുംബത്തിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ അവരെന്നോട് പറയും, ഞാൻ പിള്ളേർ സംസാരിച്ചതേപ്പറ്റി എന്താണ്, പിള്ളേർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ദൈവത്തെ നമ്മൾ കാണുന്നത്. ഈ ഒരു ദൈവ ചിത്രം യഥാർത്ഥത്തിൽ മറ്റേതൊരു ദൈവചിത്രത്തെക്കാളും പവർഫുള്ളാണ്,
ശക്തമാണ് എന്ന് നമുക്ക് ആഴത്തിലടുത്ത് വീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ എല്ലാം അടിച്ചു തകർത്ത് കീഴ്പ്പെടുത്തി സർവസംഹാരിയായിട്ട് ഇങ്ങനെ കടിച്ചു കീറുന്ന ഭീകരരൂപിയും ശക്തനുമായിട്ട് നിൽക്കുന്ന ദൈവ സങ്കല്പങ്ങളും ദൈവ ആശയങ്ങൾ, ദൈവത്തെക്കുറിച്ച് ആശയങ്ങളും, അല്ലെങ്കിൽ എല്ലാറ്റിനും വലിയവനായിരിക്കുന്ന ഏക ദൈവം, ആ ദൈവത്തിനെതിരെ ആരും ഒരു കൈ ഇറക്കാൻ പാടില്ല, വിരലിറക്കാൻ പാടില്ല, ഒരു വാക്ക് പറയാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴേ കണ്ടിച്ച് കളയും, വെട്ടിക്കളയും, തകർത്ത് കളയും. അങ്ങനെയുള്ള ഒരു ഭീതിതനായ ദൈവം, അങ്ങനെയൊക്കെയുള്ള ദൈവസങ്കല്പങ്ങളൊക്കെ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങൾക്കിടയിലാണ് ഈ സ്നേഹപിതാവായ ദൈവം, നമ്മുടെ സ്വന്തം അപ്പ ആയിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ബൈബിളിലൂടെ നമ്മൾ പടിപടിയായിട്ട് നൂറ്റാണ്ടുകളിലൂടെ വെളിപ്പെടുത്തൽ വന്ന ഈശോയുടെ പൂർണ്ണമായിട്ട് ആ ദൈവത്തെ നമുക്ക് നേരെ കാണിച്ചു തരാൻ വേണ്ടി വന്ന വ്യക്തിയാണ് ഈശോ. ദൈവത്തെ ആരാണ് നമുക്ക് നേരിട്ട് അനുഭവമാക്കി തരാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിൻ്റെ പുത്രൻ തന്നെ. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നത് ഏകജാതൻ, അവിടുമായി ഗാഠബന്ധം പുലർത്തുന്ന അവിടുത്തെ ഏകജാതനായ ദൈവം തന്നെയായ യേശു ക്രിസ്തുവാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 18-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്. ആ ദൈവത്തെ ഈശോ വെളിപ്പെടുത്തിയത് ഇങ്ങനെ സ്നേഹം നിറഞ്ഞ ഒരു അപ്പനായിട്ടാണ്. മക്കളുടെ കുറവുകളും പോരായ്മകളും എല്ലാം പരിഹരിക്കുന്നവരാണ് ഏതൊരു അപ്പനും അമ്മയും. എത്ര കുരുത്തക്കേട് കാണിച്ചിട്ട് മക്കള് അപ്പാന്ന് വിളിച്ചാലും അപ്പൻ എത്ര ഇല്ലായ്മയിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് പണം ഉണ്ടാക്കേണ്ടി വന്ന അങ്ങനെ ഉണ്ടാക്കി, വീടും പറം വിറ്റിട്ടാണെ പോലും വിറ്റ് പെറുക്കി മക്കള് മോൻ ചെന്ന് പെട്ടിരിക്കുന്ന സാമ്പത്തിക കെണി അല്ലെങ്കിൽ കടബാധ്യത അല്ലെങ്കിൽ നിസ്സഹായത അതിനകത്ത് പൊക്കിയെടുത്ത് അവനെ വീട്ടിൽ കൊണ്ടുവന്നെങ്കിൽ ഏതൊരു അപ്പനും സുഖമാവുള്ളൂ. തൂർത്തപത്രം തിരിച്ചു വരുമ്പോൾ ഈശോ പറയുന്ന അപ്പൻ അവൻ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളെ പറ്റി ഒരു കണക്കും ചോദിക്കുന്നില്ല. ആഭരണം, ഉടുപ്പോ ഒന്നും. അവൻ എന്തെല്ലാം ഇല്ലാതെ വന്നിരിക്കുന്നെന്ന് അവൻ വന്ന് കരഞ്ഞു പെറുക്കി പറയുമ്പോൾ അപ്പൻ ശ്രദ്ധിച്ചിട്ട് ജോലിക്കാരെ വിളിച്ച് പറയണം, വേഗം പോയി മേൽത്തരം വസ്ത്രം കൊണ്ടുപോവാ, ആഭരണങ്ങൾ കൊണ്ടുപോവാ, ചെരുപ്പ് കൊണ്ടുപോവാ, നല്ല ഭക്ഷണം ഒരുക്കിക്ക്, കൊടുത്ത കാളക്കുട്ടി കൊല്ല്. എന്തെല്ലാമാണ് ഇവൻ അവൻ്റെ തോന്നിവാസത്തിന് പോയി നഷ്ടപ്പെടുത്തത് മുഴുവനും കൊടുക്കാൻ. എവിടുന്ന് കൊടുക്കാൻ? സ്വന്തം സമ്പാദനം, അത് നല്ല പരിക്കാന്ന് കൊടുക്കാൻ. അതാ അപ്പൻ. ആ കൊടുക്കലിൻ്റെ പരിധിയില്ലായ്മയാണ് യോഹന്നാൻ 3:16 തന്നെ വിശ്വസിക്കുന്ന, തൻ്റെ മകനിലേക്ക് വിളിച്ചപേക്ഷിക്കുന്ന, തൻ്റെ മകൻ തിരിച്ചു വരുന്ന ഒരു മകനോ മകളോ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി തന്നോടൊപ്പമുള്ള ദൈവം തന്നെ ഏകജാതനെ ബലിയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ മാത്രം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അങ്ങനത്തെ ഒരു സ്നേഹം തന്നെയായ ഒരു ദൈവത്തെക്കുറിച്ചൊരു ചിത്രം നമുക്ക് ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരിടത്തും കാണാനായിട്ടില്ല, ഒരിടത്തുമില്ല. പാപങ്ങൾ ഏറ്റെടുക്കുന്ന, നമ്മൾ വരുത്തിയ കുറവുകളെല്ലാം പരിഹരിക്കുന്ന ഒരു ദൈവം. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിനകത്തൊക്കെ എന്തുമാത്രം ഇത് ഹൃദ്യമായൊരു അനുഭവമാണെന്ന് നമുക്കറിയാം. ഏതൊരപ്പൻ, ഞാൻ സൂചിപ്പിച്ച പോലെ ഏതൊരപ്പനും മക്കളുടെ വരുത്തുന്ന ഏത് കുറവും ചേർത്ത് പിടിക്കാൻ നോക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പിതൃഹൃദയം, ഒരു മാതൃഹൃദയം എന്ന് പറയുന്നത് ഈ യഥാർത്ഥ നമ്മുടെ എല്ലാ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഒരപ്പൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഈ സ്നേഹം, അമ്മയുടെ ഉള്ളിലെ സ്നേഹം, ഭർത്താവിൻ്റെ ഉള്ളിലെ സ്നേഹം, ഭാര്യ, ജ്യേഷ്ഠ, ഇങ്ങനെയുള്ള ഈ സ്നേഹത്തിൻ്റെ സകല അനുഭവങ്ങളും ഈ ദൈവത്തിൻ്റെ ചെറിയ ചെറിയ പതിപ്പുകൾ, പ്രതിഫലനങ്ങൾ ആ നന്മയുടെ സ്നേഹത്തിൻ്റെ എല്ലാം. അതുകൊണ്ട് ഈശോ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെപ്പറ്റി തന്നെ ഈശോ പറയാൻ ആഗ്രഹിച്ചു, ഞാനൊരു ബലിവസ്തുവാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്നത് വായിക്കുന്നുണ്ട്. 20 വാക്യങ്ങൾ, സബദിപുത്രന്മാർ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്ന് നീ രാജ്യം സ്ഥാപിക്കാൻ പോവാന്ന് കേട്ടു. അപ്പോൾ രാജാവാകും എൻ്റെ പുത്രന്മാരെ ഇടത്ത് മറത്ത് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയായിട്ട് അടുത്ത് മറത്ത് ഇരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സബദിപുത്രന്മാരുടെ അമ്മ വന്ന് ശുപാർശ ചെയ്യുമ്പോൾ ഈശോ ചോദിക്കും, ഞാൻ കുടിക്കാൻ വന്ന് പാനപാത്രം കുടിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറ്റുമെന്ന് അവർ ആവശ്യത്തിന് അടുത്തേക്ക് പറഞ്ഞു. എന്താ ഈ പാനപാത്രം എന്ന് അവർക്ക് അറിയുന്നില്ല. പക്ഷേ ഈശോ പറഞ്ഞു, നിങ്ങൾ കുടിക്കും. അവരത് കുടിക്കുകയും ചെയ്തു, രക്തസാക്ഷിത്വവും സഹനവും ഒക്കെ ആയിട്ട് അങ്ങനെ. പക്ഷേ എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ പക്ഷേ ഈ വലിയ സ്ഥാനത്തേക്ക് കയറി വരേണ്ടത് ഈ ചിന്തിക്കുന്നവരെ അല്ല. എന്നിട്ട് ഈശോ പറയുന്ന കാര്യം നമ്മൾ നേരത്തെ ധ്യാന വിഷയമാക്കിയതാണ്. വിജാതിയർക്കിടയിൽ നേതാക്കന്മാർ, പ്രമാണികൾ അധികാരം പ്രയോഗിക്കുന്നു, നിയന്ത്രണം എടുക്കുന്നു,
കീഴ്പ്പെടുത്തുന്നു, ഭരിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അതല്ല ദൈവരാജ്യത്തിൻ്റെ ശൈലി. സ്വർഗസ്ഥനായ പിതാവിന് അങ്ങനത്തെ ശൈലിയേ ഇല്ല. നമ്മൾ ഈ ഒരു കാര്യം ആഴപ്പെട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഈ സെഷനിൽ കഴിഞ്ഞിട്ട് 3-ാം പ്രമാണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ഈ 1-ാം കൽപ്പലകയിലുള്ള 3 പ്രമാണങ്ങളെ ഒരുമിച്ചൊന്ന് കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ഏതാനും സെഷനുകൾ 1-ാം കൽപ്പലകയിൽ ദൈവത്തെക്കുറിച്ചുള്ള പ്രമാണങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് മൊത്തത്തിൽ ചില കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ ആഴപ്പെട്ട് കാണണം. കാരണം ദൈവം നമ്മുടെ അപ്പ ആരാണെന്ന് തിരിച്ചറിയാതെ മക്കളായ നമ്മൾ എങ്ങനെയാണ് സ്വയമാകേണ്ടത്, ഓരോരുത്തരും പരസ്പര ബദ്ധരായിരിക്കേണ്ടെന്ന് തിരിയാനേ പോകുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നിങ്ങൾക്ക് തിരിഞ്ഞാലും ഇല്ലെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മനോഹരമായ പൂർണ്ണതയിലേക്ക് വരുന്നത് അപ്പനെ പോലെ ആകുമ്പോഴാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന് മക്കളായി തീരും. അല്ലെങ്കിൽ പിതാവിന് മക്കളാവുകയില്ല. വേറൊരു അപ്പനുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് അപ്പൻ. അപ്പനേ അല്ല, കള്ളനാണ്, അത് സാത്താനാണ്. ഈ കള്ളൻ്റെ പുറകെ നമ്മൾ പോയി എന്നുള്ളതാണ് വലിയ അപകടം. യഥാർത്ഥ അപ്പനെ വിട്ടിട്ട് കള്ള അപ്പൻ്റെ പുറകെ പോയി വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി, അപ്പനോട് വഴക്കുണ്ടാക്കി പിണങ്ങി അയൽപക്കത്തെ ചേട്ടൻ മോനെ, ഈ വീട്ടിലെ മോനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി അങ്ങയുടെ പറമ്പിൽ മൂലയ്ക്ക് ഒരു മാടം വെച്ച് കൊടുത്തിരിക്കുക. എടാ, നീ ഇവിടെ വേണം താമസം, നിന്റെ അപ്പൻ്റെ കൂടെ താമസം ശരിയാവുകയല്ല, നിന്റെ അപ്പൻ ഭയങ്കര ദുഷ്ടനാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ സ്ഥലത്ത് ഇവിടെ താമസിച്ചു, അപ്പന് കയറി നമുക്ക് അവനങ്ങനെ പാഠം പഠിപ്പിക്കണം എന്ന് അയൽപക്കത്തെ ചേട്ടൻ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് ഇറങ്ങിപ്പോകുന്നൊരു പയ്യൻ. ഈ അയൽപക്കത്തെ ചേട്ടൻ ലാക്ക് എന്നാന്നുള്ള ഈ പയ്യന് തിരിയാണ്, പിന്നെ തിരിയുള്ളൂ. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ അപ്പൻ സ്ഥാനത്തേക്ക് കയറി വരാൻ, നമ്മുടെ ദൈവസ്ഥാനത്തേക്ക് കയറി വരാൻ വേണ്ടി സാത്താൻ നോക്കി. ദൈവത്തെ പോലെ ആകാൻ നോക്കിയാണ് സാത്താൻ ദൈവത്തെ പോലെ ആകാൻ. അങ്ങനെ നടന്നില്ല. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് അപ്പനാണ്. ആ അപ്പനെ പോലെയാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ അപ്പനെ പോലെ നമ്മൾ ആയിരിക്കുന്നത്. ആ അപ്പൻ്റെ സ്വഭാവം നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ട് ഒരുപാട്. അതാണ് ഈ വാശിയും വെറുപ്പും വൈരാഗ്യവും സ്വാർത്ഥതയും പെറുപെറുപ്പും മുറുമുറുപ്പലും ഈ ആസക്തികളും പണത്തോടുള്ള ആർത്തിയും ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും ഭിന്നിപ്പോൾ എന്തെല്ലാം സ്വഭാവങ്ങളാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് അപ്പൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ അപ്പൻ്റെ അങ്ങനെ അല്ല. നമ്മൾ ആരംഭത്തിൽ പറഞ്ഞ ഉദാഹരണം മനസ്സിലേക്ക് വരിക. നമ്മൾ അപ്പൻ്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞ് ചെന്നായിക്കൂട്ടി പോയി വളരുന്നു. അവസാനം 10 വർഷം കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ചെന്നായുടെ രീതികൾ മാത്രമാണ്. എന്നോട് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, ഒരു മലയാള സിനിമ അങ്ങനെയുണ്ട്, വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട്. നല്ലൊരു കുടുംബത്തിലൊരു കുഞ്ഞിനെ ഒരു വീട്ടിൽ സഹായം ചോദിച്ചു വരുന്ന ധർമ്മക്കാരൻ തട്ടിക്കൊണ്ട് പോയി 2 വയസ്സോ മറ്റോ ഉള്ളപ്പം. ഇപ്പം നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഈ നാടോടികളുടെ കൂടെ ഭിക്ഷക്കാരുടെ കൂടെ ആ കുഞ്ഞിങ്ങനെ വളർന്നു വന്ന ഭിക്ഷക്കാരുടെ രീതിയെല്ലാം ആയിട്ട് ഒരു വക അവിഞ്ഞ ചന്ത ടൈപ്പുമായിട്ട് ആ കൊച്ചു വളർന്നു വരുന്ന ഒരു ഫിലിമിനെ കുറിച്ച് ഇങ്ങനെ അത് പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഫിലിം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഫിലിമിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തുകയല്ല. പക്ഷേ എന്നോട് ഇത് കേട്ടപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന്. അപ്പോൾ ഞാനതേപ്പറ്റി ഇങ്ങനെ ഒന്ന് അന്വേഷിക്കുകയാണ്. അപ്പം ഇങ്ങനെ പോയി ഭിക്ഷക്കാരോടെ പോയി നടന്നിട്ട് ഭിക്ഷക്കാരുടെ തനി അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കൊച്ച്. ആ കൊച്ചിൻ്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെയൊന്നും അല്ല. നല്ല നിലവാരത്തിലെ സ്നേഹത്തിലെ ശാന്തതയിലുള്ളൊരു കുടുംബത്തിലെ കുഞ്ഞായിരുന്നു ഈ കുഞ്ഞ്. പക്ഷേ അതേ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകപ്പെട്ട് അലഞ്ഞു നടക്കുന്ന അവസ്ഥ വന്നപ്പം സകല വൃത്തികേടും നമ്മൾത്തരം എല്ലാം കാണിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായിട്ടങ്ങ് മാറിപ്പോയി. പിന്നെ ആ കുട്ടിയെ പിന്നെ വീട്ടിൽ വന്ന്, ഞാൻ സിനിമ കണ്ടിട്ടില്ല, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും വീട്ടിൽ വരുമ്പോൾ പിന്നെ വീടിൻ്റെ അവസ്ഥയ്ക്ക് മാറി വരിക എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ കഥയിൽ ഈ പിശാചിൻ്റെ കൈ ചെന്നാലുകൂട്ടി പെട്ട് കഴിഞ്ഞിട്ട് അതിനെ പിന്നെ ആശുപത്രി കൊണ്ടുവച്ച് പരിശീലിപ്പിച്ചെടുക്കുക. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് സഭയുടെ, നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും. നമുക്ക് ഒരുപാട് പൈശാചിക സ്വഭാവങ്ങൾ കയറിയിട്ടുണ്ട്. ഇത് എത്ര പറഞ്ഞാലും ഒന്നും ആവുകയല്ല. നമുക്കതിലേക്ക് നമ്മുടെ വിസ്തരണം നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ശൈലിക്ക് നമ്മൾ വരുമ്പോൾ ആ പിതാവിന് ചേർന്ന മക്കളാകണം. ആ മക്കളുടെ ശൈലി ഇവിടെ ഈശോ പറയുകയാണ് മത്തായി 20 വാക്യങ്ങളിൽ, വിജാതിയർക്കിടയിൽ, ദൈവത്തെ അറിയാത്തവർക്കിടയിലാണ് യജമാനത്വം പുലർത്തൽ, അധികാരം പ്രയോഗിക്കൽ, ഒന്നാം എടുക്കൽ, ഭരിക്കൽ, ഞകിട്ടൽ, കുറ്റപ്പെടുത്തൽ എല്ലാം വരുന്നത്. നിങ്ങളുടെ അങ്ങനെ ആകരുത്. നിങ്ങളുടെ എങ്ങനെ ആയിരിക്കണം? ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനായിരിക്കണം. വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകനായിരിക്കണം. നമ്മൾ കഴിച്ചത് കണ്ടതായ കാര്യം. എന്നിട്ട് അതിനെ മുഴുവനും ഉദാഹരിച്ചുകൊണ്ട് മോഡലായിട്ട്, അതിനെല്ലാം വേണ്ടി മോഡലായിട്ട് വെച്ചുകൊണ്ട് ഈശോ തന്നെ തന്നെ കാണിച്ചു തരികയാണ്. പറയുകയാണ് 28-ാം വാക്യം, ശുശ്രൂഷിക്കപ്പെടാനല്ല
ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രം വന്നിരിക്കുന്ന പോലെ തന്നെ മോചന ദ്രവ്യമായി സ്വന്തം ജീവൻ കൊടുക്കാൻ മനുഷ്യപുത്രം വന്നിരിക്കുന്നു. വിലയായിട്ട് സ്വയം കൊടുക്കാൻ. അതാണ് യോഹന്നാൻ 3:16 ഏകപുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു വിലയായിട്ട് തൻ്റെ കൂടെയുള്ള ഏകജാതനെ ബലിയായിട്ട് അർപ്പിച്ചു. അതുവഴിയായിട്ട് മനുഷ്യമക്കളുടെ പാപത്തിൻ്റെ കടങ്ങളെല്ലാം തീർത്തെടുത്തു. കൊരിന്തോസ് ലേഖനത്തില് 1-ാം ലേഖനത്തില് 6-ാമത്തെ അധ്യായത്തില് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നുള്ള വചനം നമ്മൾ കാണുന്നുണ്ട്. ഈ 19-20 വാക്യം, നിങ്ങൾ വിലയ്ക്ക് 19-20 നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങൾ ശരി നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. അടുത്ത അധ്യായത്തിൽ 7-ാമത്തെ അധ്യായത്തിലും 1 കൊരിന്തോസ് 7 23 വാക്യത്തിലും നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വിലയ്ക്ക് ആര് വില കൊടുത്തു? ദൈവം, നമ്മുടെ ദൈവം വില കൊടുത്തു. സുഹൃത്തുപത്രം വൃത്തികേട് കാണിച്ച് വല്ലാത്ത അവസ്ഥ വന്നപ്പോൾ അവന് വീണ്ടും അപ്പൻ്റെ വീടിൻ്റെ അവസ്ഥയിലേക്ക് ഉയർത്താൻ വേണ്ടി ആര് വില കൊടുത്തു? അപ്പന് വില കൊടുത്തു. അപ്പൻ്റെ അലമാരിക്കകത്തും പെട്ടിക്കകത്തും വീണ്ടും കൊടുത്തു. ഇവ നഷ്ടപ്പെടുത്തിയ ഏക്കറുകളും ധനവും വീതവും അതൊന്നും ചിന്തിക്കുന്നില്ല, വീണ്ടും അപ്പൻ്റെ കൊടുക്കുകയാണ്. അങ്ങനെ വില കൊടുക്കുന്ന അപ്പനാണ്. ആ വില കൊടുക്കലാണ് ഈശോ, മോചനദ്രവ്യം. അവിടെ ഈശോയുടെ കുരിശിലെ ബലി എന്ന് പറയുന്നത് നമ്മളിവിടെ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു വരുന്നത് അതിൻ്റെ സ്നേഹം, അതിൻ്റെ ഉന്നമാണ്. ആ സ്നേഹത്തിൻ്റെ ഉന്നം എന്താണ്? നമ്മൾ സ്വതന്ത്രരാകാൻ, ചെന്നായ്ക്കൂട്ടിൽ നിന്ന് ഊരി വരാൻ, ചെന്നായ്ക്കളുടെ എല്ലാ സ്വഭാവം മാറി വരാൻ. ഈ രണ്ട് കാര്യമാണ്. നമ്മൾ പലപ്പോഴും ധ്യാനത്തിലൊക്കെ വരുമ്പോൾ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വരാറുണ്ട്. വിടുതൽ വേണം നമുക്ക്, തീർച്ചയായിട്ടും വിടുതൽ വേണം. സംഭവം വിടുതൽ നമ്മൾ വീണ്ടും കാണും. ഈ വിടുതൽ എന്ന് പറയുന്നത് ഒരു പിശാചിന്റെ ബന്ധനങ്ങൾ അഴിയുന്നു എന്നതിൻ്റെ പേര് മാത്രം പൂർണ്ണമാവുന്നൊരു കാര്യമല്ല. വിടുതൽ എന്ന് പറയുന്നതും ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നതും ഒരേ കാര്യമല്ല. വിടുതൽ കഴിഞ്ഞിട്ട് വരേണ്ടതാണ്. നമ്മൾ ചെന്നായ്ക്കൂട്ടിൽ നിന്ന് പൊക്കി എടുത്തോണ്ട് കാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കുഞ്ഞു പെങ്ങളെ. ഈ മൂത്ത മകൻ പോയി, ഈശോ അത് നമ്മളെ രക്ഷിച്ചെടുത്തു. ഈ കുഞ്ഞുപെങ്ങളെ രക്ഷിച്ചുകൊണ്ട് മാത്രം, കാട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് മാത്രം വീട്ടിൽ കൊണ്ട് കയറ്റാൻ പറ്റിയല്ല. പിന്നെ ഈ ആശുപത്രിയിലെ പരിചരണ കേന്ദ്രത്തിൽ കൊണ്ടുവച്ച നാളുകളുടെ പരിശീലനം വഴി ഈ 10 വർഷം കൊണ്ട് വന്നുപോയ ചെന്നായിക്കടുത്ത കാടൻ രീതികളെല്ലാം മാറ്റിയെടുക്കണം. അതൊരു ദീർഘമായ പരിപാടിയാണ്. ഈ കുഞ്ഞിൻ്റെ സഹകരണം ആവശ്യമുണ്ട്. അത് വലിയൊരു പരിപാടിയാണ്. അതാണ് സഭയിലൂടെ നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. 3-ാം പ്രമാണത്തിൻ്റെ മേഖല അതാണല്ലോ. കൂട്ടായ്മയിൽ മറ്റു ജോലിയെല്ലാം മാറ്റി വെച്ച് ഒരു ദിവസം നമ്മൾ ഈ ദൈവിക സദസ്യത്തിൽ വളരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. സാപത്ത്, അതിന് സ്വർഗീയ ആരാധന, കുർബാന, സ്വർഗത്തിലേക്ക് മക്കളുടെ നമ്മൾ മാറും, സ്വർഗീയ ഭാഷ പഠിച്ച്, സ്വർഗീയ കൂട്ടായ്മ തിരിച്ചറിഞ്ഞ്, അമ്മയോടൊപ്പമായിരുന്നു, വിശുദ്ധോടൊപ്പമായിരുന്നു, മാലാഖമാർക്കൊപ്പമായിരുന്നു. അതൊരു വലിയ പരിശീലനമാണ്. ഈ ധ്യാനത്തിൽ കൂടെ നമുക്ക് ആ പരിശീലനം നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞെടുക്കണം. വിടുതൽ കിട്ടിയോണ്ട് മാത്രമായില്ല. ആ വിടുതലിൻ്റെ തലത്തിൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ ലൈഫിലേക്ക് വരണം, ദൈവരാജ്യ ജീവിതത്തിലേക്ക്. കണ്ടില്ലേ, വീടിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച സ്ഥലം 70 സെൻറ്റ് സ്ഥലം ഉദാഹരണം നോക്കുന്നുണ്ടല്ലോ. 10 സെൻറ്റ് അപ്പം പറഞ്ഞ് കൃഷി ചെയ്യേണ്ട, ഇവിടെ മാറ്റിയെടുത്ത സ്ഥലം. ബാക്കി 60 സെൻറ്റ് കൃഷി ചെയ്തു. ഈ 10 സെൻറ്റിന് അത് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ വീട് വെക്കണം, ഞാനിപ്പോൾ താമസിക്കും എന്ന് മോനോട് പറയണം അപ്പൻ, മാറി താമസിക്കുന്ന മോനോട്. അപ്പോൾ 60 സെൻറ്റ്, ആഴ്ചയിൽ 7 ദിവസം, അതാ 70 സെൻറ്റ്, 6 സെൻറ്റ് അല്ല 60 സെൻറ്റ് കൃഷി ഇറക്കിക്കോ. ആഴ്ചയിൽ 6 ദിവസവും ജോലി ചെയ്തോ. പക്ഷെ ഈ 10 സെൻറ്റ് മാറ്റി വെക്കണം. ഈ ഒരു ദിവസം വേറൊരു പണിക്കും വേണ്ട, അത് മാറ്റി വെക്കണം. എന്തിനാണ്? നമുക്ക് ഒരുമിച്ചായിരിക്കണം, വീട് പണിയാനായിട്ടാണ്. അങ്ങനെ മാറ്റിവെച്ചത് കൊണ്ട് മാത്രം വീട് പണി നടക്കുകയല്ല, വീട് പണിയണം. വീട് പണിതുകൊണ്ട് മാത്രം അതിൻ്റെ ഉദ്ദേശത്തിൽ പൂർണ്ണമാവുകയല്ല. നമ്മൾ കണ്ട ഓർമ്മിക്കുന്നില്ലേ ഇല്ലേ? നമ്മൾ 60 സെൻറ്റ് മാത്രം കൃഷി ചെയ്തു, ഇതും കൃഷി ചെയ്തിട്ടേ ഇല്ല. ഞായറാഴ്ച ഒരു പണിയെടുക്കാൻ പോകുന്നില്ല, പള്ളിയിലും പോകുന്നില്ല, അതുകൊണ്ട് കാര്യമില്ല. ഈ 10 സെൻറ്റ് പണി കൃഷി ഇറക്കാതെ വെച്ചിരിക്കുന്നത് വീട് പണിയാനായിട്ടാണ്. അപ്പം കൃഷി ഇറക്കാതെ സൂക്ഷിക്കണം, ഒന്നാമത്തെ കാര്യം. ഞായറാഴ്ച പണിയെടുക്കാൻ പോകരുത്, അതൊരു കാര്യം. പിന്നെ വീട് പണിയണം, ഞായറാഴ്ച വിശുദ്ധമായിട്ട് ആചരിക്കണം, വീട് പണിയണം. ഇപ്പോൾ പള്ളിയിൽ വരുന്നു, കുർബാന സംബന്ധിക്കുന്നു, വീട് പണിതു, അത് രണ്ടാമത്തെ കാര്യം. ഇത് എന്തിനത് പൂർത്തിയായില്ല. നമ്മൾ കണ്ട കാര്യം ഞാൻ ആവർത്തിക്കുന്നതാണ്, പൂർത്തിയായോ ഇല്ല. ഈ വീട് പണിതിട്ട് അവിടെ വന്ന് ഓരോ മുറിയിൽ ഓരോരുത്തരും ഇങ്ങനെ മൂങ്ങാട് കൂട്ടിയിരുന്നാലും ഈ ഉപദേശം നടക്കുമോ? ഇല്ല. ആ വീടിനകത്ത് ഈ അപ്പനും മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരും കൂടെ
ആഴമായ സ്നേഹത്തിൽ കൂട്ടായ്മ സന്തോഷമായിട്ട് വസിക്കണം. ഇതാണ് ഉദ്ദേശം. അതിനുവേണ്ടി ബസ്സിനെ മാറ്റിയിട്ടത്, അതിനുവേണ്ടി വീട് പണിത് എന്ന് പറഞ്ഞ പോലെ ഞായറാഴ്ച വേറെ എടുക്കരുത്, പള്ളി കുർബാനയ്ക്ക് ഒരുമിച്ച് വരണം. അതുവഴി എന്താണ്? ഈ കൂട്ടായ്മയിൽ ആഴപ്പെടണം. ദൈവരാജ്യത്തിന് ചേർന്ന മോനായി രൂപപ്പെടണം. ആ രൂപപ്പെടൽ നമുക്കിപ്പോൾ ഈ ധ്യാനത്തിലൂടെ മനോഹരമായിട്ട് തമ്മിൽ തരുന്നുണ്ട്. നിങ്ങൾ പല ആൾക്കാർ എനിക്ക് ഫീഡ്ബാക്ക് തരും പറയുന്നത് വെച്ചാൽ ഇതാണ് ധ്യാനം കൊണ്ട് തുടങ്ങിയ ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരുപാട് മാറ്റങ്ങൾ കുടുംബജീവിതത്തിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഒരുപാട് പേര് പങ്കുവയ്ക്കുക. ഒരു സന്തോഷം, നന്ദി പറയുകയാണ്. തമ്പുരാൻ നമ്മളെ നടത്തുന്നതാണ്, അച്ഛനടുത്തൊന്നുമില്ല, ഉപകരണമാണ്, അത്രയേ ഉള്ളൂ. തമ്പുരാൻ നിങ്ങളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കം നമ്മൾ എടുക്കണം. അപ്പോൾ ആ സ്വർഗം എങ്ങനെയാണെന്നുള്ളതിൻ്റെ വ്യക്തതയാണ് ഒരുക്കം എങ്ങനെയാണെന്നുള്ളതിന് നിർണ്ണയിക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞത് ഈ 3 പ്രമാണങ്ങളെ ഒരുമിച്ച് വെച്ച് കുറച്ച് സ്വർഗത്തിൽ കാണാനുണ്ട് ദൈവത്തെക്കുറിച്ച്. അപ്പോൾ ഈശോ ഇവിടെ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് വചനം പറയുമ്പോൾ ഈശോ അപ്പുറത്ത് പറഞ്ഞ മോചനദ്രവ്യമായിട്ട് വന്നിരിക്കുന്നു നിങ്ങളെ മോഹിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എങ്ങനെ ആയിത്തീരണം? ഞാനായിരിക്കുന്ന പോലെ. അതെങ്ങനെയാണ്? അതാണ് ഈശോ പറയുന്നത്, വിജാതിരുടെ പോലെ ആയിരിക്കരുത്, നിങ്ങൾ ഈ ഏറ്റവും അവസാനത്തവരെ താഴ്ന്നവരായിട്ട് മാറണം. അപ്പോൾ സ്വർഗ വീട്ടിലെ ശൈലി എന്ന് പറയുന്നത് സ്നേഹിക്കുക. സ്നേഹിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ഈശോ പറഞ്ഞു, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയായിട്ട് അല്ലെങ്കിൽ മോചനദ്രവ്യമായിട്ട് കൊടുക്കുക. ഇങ്ങനെ വെച്ചാൽ പറയുമ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ആഴപ്പെട്ട അർത്ഥം എന്താണ്? നമ്മൾ ഒരേ കാര്യം തന്നെ തിരിച്ചും മറിച്ചും പറയുന്നവർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. യോഹന്നാൻ 15 12 13 തിരുവചനങ്ങൾ, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാനീ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. അപ്പോൾ ജീവൻ അർപ്പിക്കണം. എന്തിനു വേണ്ടി ജീവൻ അർപ്പിക്കണം? സ്നേഹിതന് വേണ്ടി. ഞാൻ ചെയ്യുന്ന പോലെ ഈശോ പറയുകയാണ്. വെറുതെ പോയി ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഇതിനെ വലിയ ഇഷ്ടം, അതുകൊണ്ട് ഇതാ ഞാൻ നിനക്കോട് ചാകാൻ പോവുക, കത്തി എടുത്തിട്ട് ഒരു കണ്ടിന് വെച്ച് കൊടുക്കുക, മരിച്ചൊക്കെ വീഴുക. സ്നേഹിതനോട് ജീവൻ അർപ്പിക്കാനാണ് അമ്പലം പറഞ്ഞത്. ഇത് നമുക്കറിയാം സ്നേഹമല്ല. സ്നേഹിതന് വേണ്ടി എന്ന് പറയുന്നത് എന്താണ്? സ്നേഹിതൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. വേണ്ടത് എന്താ? സ്നേഹിതൻ എന്താ വേണ്ടത്? എന്താ അവന് വേണ്ടത്? സ്വർഗീയ പിതാവിൻ്റെ മോനായി വരണം. അതല്ലേ ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം. നിത്യജീവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മ നഷ്ടമായി എന്ത് പ്രയോജനം? ആത്മരക്ഷ, സ്വർഗത്തിലെത്തുക, അപ്പായുടെ വീട്ടിലെത്തുക, അതാണ് ഒരു വ്യക്തിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം. ആ അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്താൻ വേണ്ടിയിട്ട് എൻ്റെ ജീവൻ അർപ്പിക്കുക, അതാണ് സ്നേഹം. ജീവൻ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ജീവൻ അർപ്പിക്കുന്നത് ക്ലൈമാക്സ്. അതിനിപ്പുറത്ത് എന്തെല്ലാം അർപ്പിക്കാനായിട്ടുണ്ടോ, ആവശ്യമുണ്ടോ, അതെല്ലാം അർപ്പിക്കാൻ തയ്യാറാവുക. അപ്പോൾ അതൊരു ആ വ്യക്തിയെ നരകരാജ്യത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും പിടുത്തങ്ങളിൽ നിന്നും ഓരിയെടുത്ത് പൊക്കിയെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഞാൻ ഒരു ബലിവസ്തുവായിട്ട് എന്നെ തന്നെ കൊടുക്കുന്നു. അതാണ് ഈശോ വയ്ക്കുന്ന വാക്ക് മോചന ദ്രവ്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടത് ദൈവദർശന സ്നേഹിത എന്ന പുസ്തകം മരിയ വാഴ്തോർത്ത. ഈ മരിയ വാഴ്തോർത്തയുടെ ലൈഫിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ അവരുടെ ലൈഫിൽ നല്ല പ്രായത്തിൽ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഈ ആത്മീയബോധ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ അവസരത്തിൽ അവരൊരു സമർപ്പണം നടത്തുന്നുണ്ട്. ഒരു വിക്ടിം സോൾ ആയിട്ട് തന്നെ സമർപ്പിച്ചു. വിക്ടിം സോൾ ഒരു ബലിവസ്തുവായിട്ട് സമർപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. ഒരു മോചന ദ്രവ്യമായിട്ട്, ബലിവസ്തുവായിട്ട്, ഒരു പരിഹാര കുഞ്ഞാടായിട്ട് സമർപ്പിക്കുകയാണ് തമ്പുരാൻ്റെ മുമ്പിലേക്ക്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ശൈലി നമുക്ക് വേണം. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു വചന സംഭവം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. നമുക്കറിയാവുന്ന സംഭവമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 7-ാമത്തെ അധ്യായത്തിൽ അത് സ്റ്റെഫാനോസിൻ്റെ രക്തസാക്ഷിത്വമാണ്. സ്റ്റെഫാനോസിൻ്റെ രക്തസാക്ഷിത്വം ഇവിടെ നമുക്ക് 7-ാമത്തെ അധ്യായത്തിൽ 54 തിരുവചനങ്ങൾ. അവരിത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായ പല്ല് കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഈശോ നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്നൊരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. അനന്തരം അവർ
സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ ഈശോയെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവെ, ഈ പാപം അവിടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. സ്റ്റെഫാനോസിൻ്റെ ഈ മരണം ഈശോയുടെ കുരിശിലെ മരണവുമായിട്ട് നല്ല സാമ്യമുണ്ട്. കുരിശിലല്ല മരിക്കുന്നത്, കല്ലേറ് കൊണ്ടാണ്. പക്ഷേ സ്റ്റെഫാനോസിൻ്റെ മനോഭാവവും ഈശോയുടെ മനോഭാവവും, സ്റ്റെഫാനോസിൻ്റെ പ്രാർത്ഥനയും ഈശോയുടെ പ്രാർത്ഥനയും വളരെ സമാനമാണ്. നമുക്കറിയാം, ക്രൈസ്തവ ലോകത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്റ്റെഫാനോസ്. അത് ഈശോയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രക്തസാക്ഷിത്വം അവിടെ കാണാൻ പറ്റും. ഏറ്റവും, ഞാൻ പറഞ്ഞത് വേറെ ആരെങ്കിലും ഒഴിവാക്കിക്കൊണ്ടല്ല, എങ്കിൽ പോലും ഈശോയുടെ അതേ രീതിയിൽ ഈ മനുഷ്യൻ മരിക്കുകയാണ്. അതേ രീതിയിൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ തിന്മ, ഇവിടെ ആൾക്കാർ അവരെ നോക്കിക്കൊണ്ട് കോപാക്രാന്തരായി പല്ല് കടിച്ചു, ആക്രോശിച്ചു, പാഞ്ഞെടുക്കുകയാണ്. അതുപോലത്തെ ഒരു സാഹചര്യം ഈശോ കുരിശിൽ കിടക്കുന്നു. ജനങ്ങളെല്ലാം ചുറ്റും നിന്നുകൊണ്ട് ആക്രോശിക്കുന്നു, തല കുലുക്കിക്കൊണ്ട് വെല്ലുവിളിക്കുന്നു, കോപത്തോടെ വെറുപ്പോടെ പറയുന്നു. പടയാളികളും അടുത്ത് ഇടതുവശം കിടന്ന കള്ളം പോലും, പിന്നെ വഴിയെ പോയവരും, അങ്ങനെ ഒത്തിരി വെറുപ്പിൻ്റെ നടുവിലാണ് ഈശോ കുരിശിൽ കിടക്കുന്നത്. ഇവിടെയും വെറുപ്പിൻ്റെ നടുവിലാണ് സ്റ്റെഫാനോസ് മരണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സ്റ്റെഫാനോസിൻ്റെ നോട്ടം സ്വർഗത്തിലേക്കാണ്. ഇവിടെ നോക്കി പിതാവായ ദൈവം കണ്ടു, ദൈവത്തെ കണ്ടു, ഈശോയെ കണ്ടു, പരിശുദ്ധാത്മാവ് നിറഞ്ഞ്. ഈശോ കുരിശിൽ കിടക്കുമ്പോഴും ഈശോയുടെ നോട്ടം സ്വർഗത്തിലേക്കാണ്. പിതാവേ, പിതാവേ, സങ്കടമെല്ലാം പറയുന്നുണ്ട്. അവിടുത്തെ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അപ്പം സ്റ്റെഫാനോസ് ഈശോയുടെ ആ ബലിയെ അതുപോലെ അനുകരിക്കുകയാണ്. വീണ്ടും ഒരു അതിനേക്കാൾ പ്രകടമായി മനോഹരമായിട്ടുള്ളത്, തന്നെ എറിയുന്നവർക്ക് വേണ്ടി സ്റ്റെഫാനോസ് പ്രാർത്ഥിച്ചു. ഈശോ അങ്ങനെ പ്രാർത്ഥിച്ചു. നമുക്കറിയാം ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവരറിയുന്നില്ല, അവർ ക്ഷമിക്കണമേ. സ്റ്റെഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം അവിടെ മേൽ ആരോപിക്കരുതേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഈശോയെ പരസ്പരം സമർപ്പിച്ചു. തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടിയിട്ട് മാപ്പ്, കരുണ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു നിരീക്ഷണം ബൈബിൾ പിതാക്കന്മാർ പറയാറുണ്ട്. ഈ സംഭവം നടക്കുമ്പം സ്റ്റെഫാനോസ് ഒരു യുവാവാണ്. അവിടെ വേറൊരു യുവാവിനെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതാണ് 58-ാം വാക്യത്തിൽ, അവന് നഗരത്തിൽ പുറത്തെ കല്ലെറിഞ്ഞു, സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. ഒരു യുവാവ്, ഇതൊരു യുവാവാണ്, ഇത് വേറൊരു യുവാവ്, സാവൂൾ. അപ്പം സ്റ്റെഫാനോസിന്റെ ജീവിതം തീരുകയാണ്. അപ്പം ഈ കല്ലെറിഞ്ഞ കൊല്ലലിന് നേതൃത്വം കൊടുക്കുന്നത് ഈ സാവൂളാണ്. സാവൂൾ യുവാവാണെങ്കിൽ നല്ല പ്രമാണിയാണ്, തീഷ്ണതയാണ്, സമൂഹത്തിലെ യഹൂദ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളും അംഗീകരിക്കപ്പെടുന്ന ആളുമാണ്, സ്വാധീനമുള്ള ആളുമാണ്. അങ്ങനെയാണ് അവിടെ വന്ന് സ്റ്റെഫാനോസിൻ്റെയും പ്രസംഗമെല്ലാം കേട്ടിട്ട് കല്ലെറിയാൻ പറയുന്നു. അപ്പം ഈ സാക്ഷികൾ ഇതിൻ്റെ പക്കല വസ്ത്രം അഴിച്ചു വെച്ചാൽ നേതൃത്വം ദൈവത്തിൻ്റെ പക്കലാണ്. അങ്ങനെയുള്ള ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ സാവൂൾ. പക്ഷെ പിന്നെ സംഭവിക്കുന്നത് നമുക്കറിയാം. ഇത് 7-ാമത്തെ അധ്യായത്തിലാണ്. 8-ാം അധ്യായം സാവൂളിൻ്റെ ഈ സഭാപീഡനത്തെക്കുറിച്ച് കൂടെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷെ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ സാവൂള് ഇതേ മലന്നടിച്ച് തമ്പുരാൻ്റെ കാൽക്കൽ വീണ് ഡമാസ്കസിലേക്ക് പോകുമ്പോൾ മാനസാന്തരം ഈശോയിലേക്ക് വരികയാണ്. ഈ സാവൂൾ എന്ന യുവാവ് ഇതുപോലെ മാനസാന്തരപ്പെടാനായിട്ട് ഒരു വില കൊടുക്കേണ്ടി വന്നു. ഒരു വില കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തി എന്ന പിതാക്കന്മാർ പറയുന്നത്. ആ വില കൊടുത്തത് സ്റ്റെഫാനോസാണ്. സ്റ്റെഫാനോസ് മരിക്കുമ്പോൾ തൻ്റെ ഭീകരമായ സഹനം ഏറുകൊണ്ട് വീണ്ടും ഏറുകൊണ്ട് തല പൊട്ടി ശരീരം ഇങ്ങനെ അങ്ങനെ കല്ലുകൾക്കിടയിൽ തീരുമ്പോൾ ആ ഭീകരമായ വേദന ഈ സാവൂളിന് വേണ്ടി കാഴ്ചവെച്ചു. ഇവരുടെ മേൽ ആരോപിക്കരുതേ. ഇവരെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അറിയാനും കാഴ്ച കാണാനും കൂടുതലെല്ലാം ഉണ്ട്. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം സാവൂളിനാണ്. സാവൂൾ അതിൻ്റെ തലപ്പ് നിൽക്കുന്നയാളും. അപ്പോൾ ഈ സ്റ്റെഫാനോസിൻ്റെ പ്രാർത്ഥനയും ഈ സമർപ്പണവും നേരെ കിട്ടുന്നത് സാവൂളിനാണ്. അതിൻ്റെ കരുത്തിലാണ് അങ്ങയുടെ മാനസാന്തരം. അപ്പോൾ സാവൂള് സ്റ്റെഫാനോസ് തന്നെ ഒരു വിക്ടിം സോളായി, ഒരു ബലി വസ്തുവായിട്ട് സമർപ്പിച്ചു ദൈവങ്ങളുടെ കാര്യങ്ങളിൽ. ആ വില കൊടുക്കൽ, മോചന ദ്രവ്യം, ആ വില കൊടുത്തിട്ട് കിട്ടിയ വിടുതലാണ് സാവൂളിൻ്റേത്. അത് ഈശോ പറഞ്ഞു, ഞാൻ അനേകരുടെ മോചനദ്രവ്യമാകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്.
ലോകം മുഴുവൻ്റെ മോചന ദ്രവ്യമാകാൻ വേണ്ടിയിട്ട്. ആ മാതൃകയിൽ ഇതാ സ്റ്റെഫാനോസ് മോചന ദ്രവ്യമാവുകയാണ്. ഞാൻ പറഞ്ഞു, മരിയ വാർത്തത്വ സഹോദരി ഈ ബോധ്യം കിട്ടിയപ്പോൾ തൻ്റെ തന്നെ ജീവിതം ഒരു വിക്ടിം സോൾ മോചന ദ്രവ്യമായിട്ട് കൊടുത്തു. നമുക്കത് പ്രാർത്ഥനാപൂർവ്വം പരിഗണിക്കാവുന്ന ഒരു വിഷയമാണ്. ഇപ്പം തന്നെ എടുത്തിയാടി അങ്ങനെ ചെയ്യരുത് ആരും. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് തമ്പുരാന് സ്വീകരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യവും കൂടെ ആണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ചപ്പം പറഞ്ഞു, നല്ല ആരോഗ്യമൊക്കെയുള്ള വ്യക്തിയാണ്, ഓടി നടക്കുന്ന ആളാണ്. എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കാലിന് വല്ലാത്ത മുട്ടുവേദന, 2 കാൽമുട്ടിനും വേദനയാണ്, വല്ലാത്ത വേദനയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയി, വേറെ സ്ഥലത്ത് ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ അവർ പറയുന്നത് എന്തോ ഇച്ചിരി വിഷയമുണ്ട്, MRI എടുക്കണം, മിക്കവാറും 2 മുട്ടിന് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറയുന്നു. എനിക്കിപ്പം സ്റ്റെപ്പ് കയറാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര വേദനയാണ്, ജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. വെച്ചാൽ എന്നാ പറ്റി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെച്ചാൽ ഒരു കാര്യം എനിക്കെന്ന് വെച്ചാൽ കളിച്ചായിരുന്നു ഈയിടെ കൊറോണ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഇച്ചിരി ബാഡ്മിൻ്റൺ കളിച്ചു, ഷട്ടില്. ഉത്തരാട കൂടെയാണ് കളിക്കുന്നത്, പണ്ട് ഇഷ്ടമായിരുന്നെങ്കിലും ഇപ്പം കളിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് വന്ന ഒരു സ്ട്രെയിനാണോ സംശയമുണ്ട്. ഞാൻ ചോദിച്ചാൽ അങ്ങനെ കളിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു വെട്ടുക വേദനിക്കുക അങ്ങനെ ചെയ്തില്ല, പിന്നെ അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞു, വെച്ചാൽ വേറൊരു കാര്യം കൊണ്ടുണ്ട് സംശയം എനിക്ക്. എന്താണ്? എൻ്റെ വീട്ടുകാരത്തിക്ക് കുറച്ച് നാളായിട്ട് മുട്ടിന് വല്ലാതെ വേദനയായിരുന്നു. അപ്പോൾ അവൾക്കത് സഹിക്കാൻ മേലാതെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ അവളുടെ മുട്ടുവേദന ഇങ്ങോട്ട് തന്നേരെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാലെന്ന് വെച്ചാൽ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടായി മുട്ടുവേദന വന്നതെന്ന് സ്ഥാപിക്കാനല്ല അങ്ങനെ പറഞ്ഞ് ഞാനങ്ങനെ പറയുകയല്ല. പക്ഷേ ഇതൊരു ആത്മീയ അനുഭവമായിട്ട് പലപ്പോഴും കാണാം. അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തായിരുന്ന കുര്യാളശ്ശേരി പിതാവ് ആയിരുന്നല്ലോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പിതാവിന് പനിയായിട്ടോ മറ്റോ വിഷമിക്കുന്നത് കേട്ടപ്പോൾ അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചത്രേ, ഈശോയെ പിതാവിന് എന്തുമാത്രം ജോലി തിരക്കൊണ്ട് എന്തുമാത്രം കാര്യങ്ങൾ കാണേണ്ടത് തീരുമാനിക്കേണ്ടതോ, പനി പിടിച്ചിരുന്നാൽ എന്നാ ചെയ്യുന്നത്, അതുകൊണ്ട് ആ പനി ഈശോയെ ഇങ്ങോട്ട് നിന്ന് ഞാൻ ആ പനി എടുത്തോളാം, എനിക്കതിനവിടെ കിടന്നാൽ മതി, അതൊക്കെ എൻ്റെ രോഗമാണ്. അപ്പോൾ കുര്യാളശ്ശേരി പിതാവിൻ്റെ പനി പോയി, അൽഫോൻസാമ്മയ്ക്ക് പനി വന്നു എന്ന് പറയുന്നുണ്ട്. ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരു പക്ഷെ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും. നമ്മൾ ഈശോ മോചനദ്രവ്യമായിട്ട് സ്വയർപ്പിച്ച വ്യക്തിയാണ്. നമ്മൾ ആരെങ്കിലും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇതുപോലെ മോചനദ്രവ്യമാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും സ്നേഹത്താൽ തയ്യാറായാൽ അത് പലപ്പോഴും നടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വിക്ടിം സോൾ മോചനദ്രവ്യം ഈശോയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി വളരെ മനോഹരമാണത്. പക്ഷെ ചുമ്മാ ഒരു ആവേശം വെച്ചൊന്നും ചെയ്യരുത്. കാരണം അത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ, ഈശോ തരുമ്പോൾ നമ്മളത് മടുപ്പിച്ച് നിരാശപ്പെടുത്തി പ്രാർത്ഥിക്കാനും മേലാത്ത അവസ്ഥയിൽ പോകരുത്. അതുകൊണ്ട് അതിനുള്ള ഒരു സ്നേഹത്തിൻ്റെ കത്തിനും ബോധ്യങ്ങളെല്ലാം നമ്മൾ എടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ ചിന്ത ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ എന്നെ തന്നെ മോചനത്തിന് കൊടുത്താലോ ചിന്ത ആടെയുടെ ഉള്ളിൽ വന്നെങ്കിൽ അവരാ നിയോഗം വെച്ച് കുറേ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഒരു നിശ്ചിത ദിവസം, 9 ദിവസമോ ഒരു 21 ദിവസമോ ഒക്കെ ആ ഒരു നിയോഗം വെച്ച് പ്രത്യേക പ്രാർത്ഥന സമർപ്പിച്ചിട്ട് അതൊരു കരുത്തായിട്ട് ഈശ്വരനെ കൊണ്ട് ജ്വലിച്ച് വരുന്ന അനുഭവമൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനകത്ത് പോരായ്മ ഒന്നുമില്ല, അപകടം ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു പോകരുത്, തിരിഞ്ഞു നോക്കരുത്, പറ്റിയെടുത്ത് പറയരുത്. അതുകൊണ്ട് ഈശോ പറയുന്നില്ലേ, ലൂക്കാ 14:25 പല വാക്യങ്ങളിൽ, സ്വയം ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ എൻ്റെ പിന്നാലെ വരുന്ന ആൾക്കാർ ശിക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ രാജാവ് 10,000 ഭടന്മാരുടെ കൂടെ 20,000 കൊണ്ട് വരുന്നതിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് നേരത്തെ ചിന്തിക്കണം. കെട്ടിടപ്പണിയെ ഇറങ്ങും, ഗോപുരപ്പണിയെ ഇറക്കുമ്പോൾ പൂർത്തിയാക്കാനുള്ള വകയുണ്ടോ എന്ന് ചിന്തിക്കണം. പണി ആരംഭിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലല്ലോ നടന്ന് പണി തറകെട്ടി ഇടേണ്ടി വരരുത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയും വിശ്വാസത്തിൻ്റെ ഉറപ്പും സമർപ്പണത്തിൻ്റെ ആഴവും ഇതൊക്കെ ഒന്ന് പ്രാർത്ഥനാപൂർവ്വം തമ്പുരാൻ്റെ മുന്നിൽ വെച്ചിട്ട് തമ്പുരാൻ്റെ ആലോചന ചോദിച്ച് എടുക്കേണ്ട സമർപ്പണമാണത്. ചുമ്മാ എടുത്ത് ചാടരുത് എന്ന് ഞാൻ സ്നേഹത്തോട് പറയുകയാണ്. അപ്പോൾ ഈ സ്റ്റെഫാനോസ് ഇങ്ങനെ ഒരു മോചന ദ്രവ്യമായിട്ട് കൊടുത്തു. അതിലാണ് ഈ സാവൂളിൻ്റെ മാനസാന്തരം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നൊരു കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം, നമ്മൾ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നതും വെറുതെ പ്രാർത്ഥിക്കുന്നതും വ്യത്യാസമുണ്ട്.
ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നതും സുഖമായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നതും വ്യത്യാസമാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞ രംഗം ഓർമ്മ വരികയാണ്. ഒരു 52 ദിവസം പ്രാർത്ഥിച്ച ഒരു വിടുതൽ സംഭവം. ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പം ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥന മുന്നോട്ട് നീങ്ങി. പൂർണ്ണ വിടുതലായില്ല. ഒരു പെൺകുട്ടിക്കുള്ള പ്രാർത്ഥനയാണ്. ഞങ്ങൾ 8 പ്രാർത്ഥിക്കുന്നുണ്ട് മുറിയിരുന്നുകൊണ്ട്. അപ്പം എല്ലാവരും ഒരു നീക്ക് പ്രാർത്ഥനയുടെ തീക്ഷണത എല്ലാം കഴിഞ്ഞ് വിട്ടുപത്തും കൈവരിപ്പുമൊക്കെ പ്രാർത്ഥന കഴിഞ്ഞിട്ടൊന്ന് ശാന്തമായിട്ട് ഇരുന്ന് ചാരി ഇരുന്ന് പ്രാർത്ഥന തുറന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരു യുവാവ് പിന്നെ മുട്ടയിലോട്ട് നിന്നിട്ട് കൈ വിരിച്ച് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. നടുവിൽ ഒരു യുവാവ് തീക്ഷ്ണതയോടുകൂടി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴേക്ക് ഈ പൈശാചിക ആവാസത്തിലുള്ള പെൺകുട്ടി വയലൻ്റായ അവസ്ഥ മാറിയിട്ട് ഒരു വക ഇങ്ങനെ ഈ തമാശ പറഞ്ഞും പരിഹാസം പറഞ്ഞും പ്രാർത്ഥന ഉഴപ്പാൻ നോക്കിയല്ല ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഇങ്ങനെ ഇവനോട് പറയാൻ തുടങ്ങി, എടാ ഇരിക്കടാ അവിടെ, എടാ നീ ഇരുന്നോണ്ട് പ്രാർത്ഥിക്കടാ, നീ എന്താ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്, എടാ നിന്നോട് പറഞ്ഞ് ഇരുന്നോണ്ട് പ്രാർത്ഥിക്കാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നിട്ട് അവനെന്താ കുറച്ചുകൂടെ കൈവച്ച് പ്രാർത്ഥിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവള് പെട്ടെന്ന് ഇവിടുന്ന് ഈ അവളെ പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ കൈ വിടുവിച്ചിട്ട് ചാടി ഇവിടുന്ന് നിനക്ക് പാഞ്ഞങ്ങോട്ട് കുതിച്ച് ചെന്നിട്ട് നിന്നോടല്ല ഞാൻ പറഞ്ഞത് ഇരിക്കാൻ അവിടെ. അപ്പുറത്ത് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടു. എന്താണ്? ഈ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായിട്ട് ദിവസവും പ്രാർത്ഥിക്കുന്നതും ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നതും വ്യത്യാസമുണ്ട്. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യത്യാസമുണ്ട്. ഈശോ 40 ദിവസം മരുഭൂമിയിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ദാനിയേൽ 21 ദിവസം, ദാനിയേൽ 10-ാമത്തെ കാണുന്നത് 21 ദിവസം രുചികരമായ ഭക്ഷണം കഴിക്കാതെ സുഗന്ധലേപനം നടത്താതെ തറയിലിരുന്ന് ചാക്കൊടുത്ത് അങ്ങനെ പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ പുസ്തകങ്ങൾ കാണുന്നുണ്ട്, നിനിവേ നിവാസികൾ രാജാവും എല്ലാവരും കൂടി ചാക്കൊടുത്ത് തറയിരുന്ന് അങ്ങനെ ഇടപെട്ട് പ്രാർത്ഥിച്ചു. ത്യാഗമെടുത്തുള്ള പ്രാർത്ഥനയ്ക്ക് പവർ കൂടുതലുണ്ട്. ഈശോയുടെ സ്നേഹം മാത്രമല്ല, കുരിശിലെ പീഡയും കൂടെ കൂടിയ മോചനദ്രവ്യം. ഇവിടെ ഞാൻ സ്നേഹം, പീഡ എന്ന് ഞാൻ പറഞ്ഞു, സഹനം, അതിൻ്റെ കൂടെ മറ്റൊന്നും കൂടെ ഉണ്ട്, പരിശുദ്ധി. ഈശോയുടെ സ്നേഹം വലിയ കാര്യമാണ്. നമുക്കും സ്നേഹം വേണം ഇങ്ങനെ ഒരു വിടുതലിൻ്റെ കരുത്ത് ആർജിക്കാൻ. പരിശുദ്ധി വേണം, ത്യാഗവും വേണം, കൊടുക്കണം. ഇത് മൂന്നും ഒരുമിച്ച് വരണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിപ്രകാരം ആയിരിക്കുകയും ചെയ്യണം. അത് അടിസ്ഥാനപരമായ കാര്യമാണ്. എങ്കിലേ അത് പൂർണ്ണമായിട്ട് വരികയുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞത്, കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി സ്നേഹത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഫലം കൂടുതലുണ്ട്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടോ, ഒരു ഭാര്യ ഒരു സ്ത്രീ ഇവിടെ ധ്യാനിക്കാൻ വന്നിട്ട് പോയി 21 ദിവസം ഭർത്താവിന് പ്രാർത്ഥന ഏറ്റെടുത്തു. 21 ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛ അതിന് ഒരു മാറ്റവും ഇല്ല, അദ്ദേഹം ഇപ്പോഴും കുടിയാ, ഇന്നലെ കുടിച്ചിട്ട് അത് വെള്ളം ഉണ്ടാക്കി മാറ്റത്തച്ഛ. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ പോയി വ്യക്തത വന്നു, ഈ സ്ത്രീക്ക് ഭർത്താവിന് ഭയങ്കര വെറുപ്പാണ്. അപ്പം ഞാൻ ഫോണിൽ ചോദിച്ചു, സഹോദരി, ഭർത്താവിനോട് നിങ്ങൾക്ക് സ്നേഹമാണോ, സ്നേഹിച്ചുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. എടുത്ത വായിലെ സ്ത്രീ ചോദിച്ചു, അതിയാനെയോ സ്നേഹിക്കാനോ? എൻ്റെ അച്ഛാ, അത് മാനസാന്തരപ്പെടാൻ മതിയായിരുന്നു. ഇങ്ങനൊരു മനുഷ്യൻ ഇതാണ്, വെറുത്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. വെറുപ്പോടെയുള്ള ഒരു പ്രവൃത്തി ഈ വ്യക്തിസോളാകാൻ സഹായിക്കുകയാണ്. നമ്മൾക്കൊരാളെ വെറുത്തിട്ട് നന്നാക്കാൻ പറ്റുകയാണ്. ചേർത്ത് പിടിക്കാത്ത ആരെയും നമ്മൾ നന്നാക്കില്ല. നേരത്തെ കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ അവരുടെ ഉള്ളിലോട്ട് ബന്ധമില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടുന്ന പവർ ഡൗൺലോഡ് ചെയ്യുന്ന ദൈവകൃപ അവരിലേക്ക് ഒഴുകിച്ചേരണമെങ്കിൽ അങ്ങോട്ട് കണക്ഷൻ നല്ലപോലെ കിടക്കണം. ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റിയിട്ടു ആ ടാങ്കിലെ വെള്ളം ടാപ്പിന് വരണമെങ്കിൽ ടാങ്കും ടാപ്പുമായിട്ട് പൈപ്പ് കണക്ഷൻ നന്നായിട്ട് വേണം. ടാങ്കിൽ നിന്നുള്ള പൈപ്പ് ഇടയ്ക്ക് വന്നിട്ട് അത് ചതഞ്ഞ് ഒടിഞ്ഞിരിക്കുക. ഇങ്ങനെ ഓസ് ഇട്ട് വലിക്കുന്നു, ഓസ് ഇങ്ങനെ ഇടയ്ക്ക് വലിച്ചപ്പോൾ പിരിഞ്ഞിട്ട് ചുറ്റി ഇങ്ങനെ പിടഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഓസ് കൊണ്ട് വെള്ളം ചെടിക്ക് ഒഴിക്കാൻ നോക്കിയാൽ വെള്ളം വരുന്നില്ല. നോക്കുമ്പോൾ എൻ്റെ ടാപ്പ് തുറന്നായിരിക്കുന്നത്, പക്ഷെ വെള്ളം വരുന്നില്ല. എന്താ സംഭവം? ഈ ഓസ് ഇങ്ങനെ ഇടയ്ക്ക് പിരിഞ്ഞ് അടഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ചെന്നിട്ട് പിന്നെ പിരിച്ച് നൂർത്ത് വെക്കണം, എങ്കിലേ വെള്ളം വരുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ തമ്പുരാൻ്റെ പ്രാർത്ഥന മുമ്പിൽ നാം പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്ന ഡൗൺലോഡ് ചെയ്യുന്ന കൃപ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഒഴുകി ചെല്ലാനുള്ള പൈപ്പ് ഓസ് തടസ്സമില്ലാതെ കിടക്കണം. വെറുപ്പാ എനിക്ക് കിടക്കുന്നതെങ്കിൽ ഇത് പിരിഞ്ഞിരിക്കുക, അല്ലെ അടഞ്ഞിരിക്കുക, അല്ലെ പൊട്ടിക്കിടക്കുക, അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ വെറുപ്പുള്ളപ്പം നമുക്ക് ഇവിടുത്തെ ഡൗൺലോഡിങ് നടക്കുക, അത് വേറെ കാര്യം. കാരണം വെറുപ്പുള്ള ഉള്ളത്തിലേക്ക് വിഷധർമ്മം വരത്തില്ല. അപ്പോൾ ഒന്നാമത്തെ വ്യവസ്ഥ മോചനദ്രവ്യം വ്യക്തിസോളാകാനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ സ്നേഹിക്കണം. തമ്പുരാനോടുള്ള സ്നേഹവും സഹോദരങ്ങളുള്ള സ്നേഹവും അങ്ങനെ എടുക്കണം. രണ്ടാമത്തെ ഒരു വ്യവസ്ഥ
പരിശുദ്ധിയാണെന്ന് ഞാൻ പറഞ്ഞു. പരിശുദ്ധി ഇല്ലാത്ത വ്യക്തി ഒരു വ്യക്തിക്ക് വേണ്ടി സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ പോയാൽ അതുകൊണ്ടൊരു കാര്യമില്ല. നമ്മൾ കുന്തിരിക്കം തീയിലിടുമ്പോൾ സുഗന്ധം പ്രസരിക്കും. കുന്തിരിക്കം തീയിലിടുമ്പോൾ സുഗന്ധം പ്രസരിക്കുന്നത് സ്വയം ഉരുകി തീർന്നിട്ടാണ്. ഒരുത്തി പറഞ്ഞാൽ ഒരു വിക്ടിം സോളാണെന്ന് വേണേൽ പറയാം. വിക്ടിം സോളിൻ്റെ ഉദാഹരണമാണ് കുന്തിരിക്കം. തീയിലിട്ടെടുക്കുന്ന കനലിലിട്ടിരുന്ന കുന്തിരിക്കം ഉരുകി തീരുകയാണ്. തീർന്നുകൊണ്ടാണത് ഈ സുഗന്ധം പ്രസരിപ്പിക്കുന്നത്. മെഴുകുതിരി നമ്മൾ പറയാറുണ്ട്, അത് ഉരുകി തീർന്നുകൊണ്ടാണ് പ്രകാശം കൊടുക്കുന്നത്. ചിലപ്പോഴൊക്കെ ചില മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ പെട്ടെന്ന് കെട്ടുപോകും. കത്തിച്ച് വെച്ചാൽ പൊട്ടിയിട്ട് കെട്ടുപോവുകയാണ്. അതിന് കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. മെഴുകിനകത്ത് എന്തെങ്കിലും മാലിന്യങ്ങളോ എന്തെങ്കിലും കത്താൻ തടസ്സമായിട്ടുള്ള കാര്യങ്ങളോ ഈ മെഴുകൊരുക്കിയ വ്യക്തികൾ ഉണ്ട്. ശുദ്ധമായ മെഴുകല്ലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ശുദ്ധമായ മെഴുകല്ല എങ്കിൽ അത് ശരിക്കും ഉരുകിയ കത്താൻ പറ്റിയാണ്, കെട്ടുപോകും. മെഴുക് തന്നെയാണ്, തിരി തന്നെയാണെങ്കിൽ പോലും കെട്ടാൻ പറ്റത്തില്ല. ഒരു കുന്തിരിക്കുവാണേലും ചില കുന്തിരിക്കും കെട്ട കുന്തിരിക്കും. ചിലപ്പോഴൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ പള്ളിയിൽ ഉപയോഗിക്കാൻ കുന്തിരിക്കം വാങ്ങിക്കുമ്പം ഒരു വക ഈ കർപ്പൂരം കലർന്ന കുന്തിരിക്കം ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ പ്രസക്തി എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാനത് എൻ്റെ സഹായിക്കുന്ന വ്യക്തിയോട് പറയാം, ആ സാധനം ഉപയോഗിക്കരുത്. കർപ്പൂരം അത് നമുക്ക് എന്തിനാണ്? കുന്തിരിക്കം അതിൻ്റെ പ്രസക്തി നമുക്കറിയാം. കർപ്പൂരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആരാധനാ മേഖലയെ നമ്മൾ സത്യദൈവത്തിൻ്റെ മുമ്പിൽ ആദരവിനായിട്ട് ഉപയോഗിക്കുന്നൊരു വസ്തു അല്ല. അതുകൊണ്ട് ആ സാധനമായിട്ട് കലർത്തിയ കുന്തിരിക്കം നമ്മൾ ധൂപത്തിനായിട്ട്, ഞാനിതേപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയുകയല്ല, പക്ഷെ അതിന് ആവശ്യമില്ല, എനിക്ക് തിരിയുന്നില്ല, അത്ര ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയുള്ളത് ഈ കലർപ്പ് കലർന്ന ഇങ്ങനെ ഉള്ള കുന്തിരിക്കം ഇട്ട് തീരിട്ട് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഉയരുന്ന സുഗന്ധം കുന്തിരിക്കത്തിൻ്റെ സുഗന്ധമല്ല. അത് ഒരു വക മായം കലർന്ന വിരൂപമായ ഗന്ധമായിട്ട് പോവുകയാണ്, വേറെ ഗന്ധം വരികയാണ്. അപ്പോൾ കുന്തിരിക്കം ശുദ്ധമായിരുന്നെങ്കിൽ നല്ല സുഗന്ധം വരുള്ളൂ. മെഴുകിന് ശുദ്ധമായ മെഴുകാണെങ്കിൽ നന്നായിട്ട് നിന്ന് കത്തുള്ളൂ, അല്ലെ അത് പൊട്ടലും ചീറ്റിലും ഒക്കെ ആയിട്ട് കെട്ടുപോകും. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതം പരിശുദ്ധിയിലായിരിക്കുമ്പോഴാണ് ഈ വിക്ടിസോൺ മോചനദ്രവ്യം ബലിവസ്തുവായിട്ട് കൊടുക്കുന്നതിൻ്റെ വിലയുണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ മരണം കൊണ്ട് കാര്യമില്ല, നമ്മുടെ ആ ത്യാഗം കൊണ്ട് വലിയ കാര്യമില്ല. ഇപ്പോൾ നമ്മൾ പറയില്ല അൽഫോൻസാമ്മയേക്കാൾ സഹിക്കുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഈശോയേക്കാൾ ക്രൂരമായ വിധത്തിൽ മരണത്തിലേക്ക് പോകാൻ ഇടവരുന്ന വ്യക്തികളും ഇല്ലേ? ഉണ്ടെന്ന് വേണേൽ പറയാം, ഉണ്ട്. പക്ഷെ ഈശോയുടെ ബലിക്കുള്ള അത്രയും ക്വാളിറ്റി ആ മരണത്തിന് ഇല്ലാത്ത എന്താ? ഒരുപാട് അങ്ങനത്തെ ക്രൂരമായ പീഡന മരണങ്ങൾ ബലി പോലും അല്ല. ആക്രമണങ്ങളും പിടിച്ചുപറിയും വാശുവൈരാഗ്യങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യമായിട്ട് പോകുന്നു. അത് ബലി പോലും ആകുന്നില്ല. ഇനി എവിടെയെങ്കിലും ഇപ്പം രാജ്യത്തിന് വേണ്ടി ബലിയായിട്ട് സമർപ്പിക്കുന്ന ഒരു പട്ടാളക്കാരനൊക്കെ ശത്രുക്കളുടെ കൈപ്പെട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്ത് ബലിയുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ പരിശുദ്ധി, രാജ്യത്തോടുള്ള സ്നേഹം, തൻ്റെ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി ഞാൻ അർപ്പിക്കുകയാണ്, അങ്ങനെയുള്ള വലിയ സ്നേഹത്തിൻ്റെ ഒരു നിറവോടുകൂടിയൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് പോയി അതിന് കൊല്ലപ്പെടുന്ന ഒരു അനുഭവമൊക്കെ എത്ര പേർക്ക് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ അൽഫോൻസാമ്മ സഹിച്ചപ്പോൾ ആ സഹനത്തിന് ഇതുപോലെ മൂല്യമുണ്ടായതിൻ്റെ കാരണം അൽഫോൻസാമ്മയിൽ സ്നേഹമുണ്ടായിരുന്നു, ദൈവസ്നേഹവും പരസ്നേഹവും വിശുദ്ധി ഉണ്ടായിരുന്നു. നല്ല വിശുദ്ധി, നല്ല കുന്തിരിക്കം തീയിലെരിഞ്ഞാൽ നല്ല സുഗന്ധം, നല്ല മെഴുക് ഉള്ള തിരി കത്തുമ്പോൾ നല്ലപോലെ പ്രകാശം പരക്കും. അതുകൊണ്ട് ഈ ശുദ്ധി, അതുകൊണ്ടാണ് ഈശോപരി പറഞ്ഞത് പെസഹ കുഞ്ഞാട് ഊനമില്ലാത്ത കുഞ്ഞാടായിരിക്കണം, കറയില്ലാത്ത കുഞ്ഞാടായിരിക്കണം, കേടില്ലാത്ത വൈകല്യമില്ലാത്ത കുഞ്ഞാടായിരിക്കണം. അതാ പെസഹ കുഞ്ഞാടിനെ പറ്റി എടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഒരു വയസ്സുള്ള, ഊനമില്ലാത്ത, ഒരു കുറവുമില്ലാത്ത, പൂർണ്ണതയുള്ള, എങ്ങനെ അതിൻ്റെ ബലിയുടെ ശ്രേഷ്ഠത വരികയുള്ളൂ. അതെങ്ങനെ? മൂന്നാമത്തെ കാര്യം ആ ത്യാഗത്തിൻ്റെ അളവാണ്. ത്യാഗത്തിൻ്റെ അളവ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്. മൂന്നാമത്തേത് പ്രധാനപ്പെട്ടതാണ്. രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലേ മൂന്നാമത്തിന് വിലയുള്ളൂ. നമ്മുടെ സ്നേഹമുള്ള ഒരു വ്യക്തി, വിശുദ്ധിയിലായിരിക്കുന്നൊരു വ്യക്തി കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നതും സ്നേഹവും വിശുദ്ധി ഇല്ലാത്തയാൾ കൈവിരിച്ചു പിടിച്ച് ഇങ്ങനെ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നതും രണ്ട് ഫലമാണ് ഉണ്ടാക്കുന്നത്. പറഞ്ഞില്ലേ, അധ്യാനം
എന്ന് ചോദിച്ചാൽ ആ സഹോദരിയുടെ കൈ വിരിച്ചു പിടിച്ചുള്ള കരുണക്കൊന്ന ചെല്ലിന് ഒരു ഫലവും ഉണ്ടായില്ല 21 ദിവസം ചെല്ലിട്ടു. കാരണം ഭർത്താവിൻ്റെ വെറുപ്പാണ്. ഇപ്പോൾ ക്വാളിറ്റി ഇല്ല, വിശുദ്ധിയില്ല, സ്നേഹവും ഇല്ല. അപ്പോൾ അതിന് ഫലം ഉണ്ടാകുന്നില്ല. പൗഷ്ടികയുടെ ഡയറിയിൽ പൗഷ്ടികന എഴുതുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കൃത്യം സംഭവം ഓർക്കുന്നില്ല, കൃത്യം ഖണ്ഡിക ഏതാണെന്നുള്ളത്. പക്ഷെ പറയാം, എനിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് അറിയാൻ സാധിക്കും. എനിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ അറിയാം ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന്. ഇത് നമുക്ക് അനേകർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ അതിനോട് സമയം എടുക്കുന്നില്ല. ഇവിടെ കിട്ടിയത് 155 ഖണ്ഡികയാണ്. 155 ഖണ്ഡികയിൽ പൗഷ്ടികന പറയുകയാണ്, കുറച്ച് നാളായി മറ്റാരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും പ്രാർത്ഥന യാചിക്കുന്നതും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അവർ എന്നോട് പറയണമായിരുന്നില്ല. എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് അനുഭവപ്പെടുകയും പ്രാർത്ഥിക്കുമ്പോൾ ശാന്തത ലഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം വരുന്നത് അനുഭവിക്കാൻ പറ്റും. അവിടെ ഫലം ഉണ്ടാകുന്നുണ്ട്. അത് സ്നേഹത്തോടെ വിശുദ്ധിയോടെ ഒരു ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, നമുക്കത് കിട്ടുന്നതായിട്ട് അനുഭവം വരുന്നത്. അപ്പോൾ ഈ സ്നേഹത്തോടെ വിശുദ്ധിയുള്ള വ്യക്തി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കരുത്ത് നമുക്ക് അനുഭവമാകുന്നുവെങ്കിൽ അത് കൂടുതൽ സ്നേഹം, കൂടുതൽ പരിശുദ്ധി, കൂടുതൽ ത്യാഗം, അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ഒരു ആത്മീയ പ്രവൃത്തിയിൽ വരുമ്പോൾ അതിൻ്റെ ഫലസിദ്ധിയും കൂടുതലാണ്. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ? ഈശോയുടെ മോചനദ്രവ്യ ബലിയർപ്പണത്തിൻ്റെ വിലയെക്കുറിച്ചാണ്. ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞിട്ട് കയറി വരാം. നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി, ഇപ്പോൾ മൂലമറ്റത്ത് ഇടുക്കി പദ്ധതിക്കകത്തുള്ള വെള്ളം മൂലമറ്റത്ത് ഇങ്ങനെ ടണലിലൂടെ കൊണ്ട് താഴേക്ക് ഇങ്ങനെ ചാടിച്ചിട്ട് അത് ഇങ്ങനെ ജനറേറ്ററിൻ്റെ പലചക്രത്തിൻ്റെ ഫാനിൽ പലചക്രത്തെ വീഴിച്ചിട്ട് അത് കറങ്ങുകയാണ്. അപ്പം ഈ വെള്ളം ഇത്രയും മുകളിൽ നിന്നും നേരെ താഴേക്ക് പതിക്കുകയാണ്, ഒഴുകി വരികയാണ്. ഒന്ന് പതിക്കുമ്പോൾ ഉള്ളൊരു പവർ, അതേലാണ് ഇത് കറങ്ങിയിട്ട് ഈ വൈദ്യുതി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഈ വെള്ളത്തിൻ്റെ ഒരു സഹനമുണ്ട്, ഒരു വീഴ്ചയുണ്ട്. ചങ്ക് തല്ലിയൊന്ന് വീഴുകയാണ്. ആ വീഴ്ചയുടെ ആഘാതത്തിൽ നിന്നാണ് ഇത്ര പവർ അവിടെ ഉണ്ടായി വരുന്നത്. അതേസമയം ഈ വെള്ളത്തിൻ്റെ പക്ഷെ ആ വെള്ളം അവിടെ തീർന്നു പോകുന്നില്ല. ആ വെള്ളം പിന്നെ പുറത്തോട്ട് ഒഴുകി ആറ്റിലൂടെ പോവുകയാണ്. വെള്ളത്തിന് ഒരു വീഴ്ച ഉണ്ടായി, ആ വീഴ്ചയുടെ സഹനം വന്നു. അതിനു മുമ്പ് അതിനെ കെട്ടിത്തടഞ്ഞ് നിർത്തി. ഇങ്ങനെ അത്ര ഒരു ഞെരുക്കം, ഡിസിപ്ലിനിങ്, ഒരു സഹനം അത്ര വന്നു, ശരിയാണ്. എന്നാൽ ഈ വെള്ളത്തിൻ്റെ ഒരു കണിക എടുത്തിട്ട് അതിനകത്ത് നമുക്കറിയാം ഹൈഡ്രജൻ H2O അല്ലേ, അതിൻ്റെ ഫിസിക്സ് പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഈ ഹൈഡ്രജൻ്റെ ആറ്റം എടുത്തിട്ട് ആ ഒരു ആറ്റത്തെ ഇല്ലെന്നാക്കിയാൽ നമുക്കറിയാം അതാണ് അണു സ്ഫോടനം. അതിനെ ഇല്ലെന്നാക്കുകയാണ്, എലിമിനേറ്റ് ചെയ്യുകയാണ്, അതിനെ വിച്ഛേദിക്കുകയാണ്. അപ്പം ഈ വലിയ വെള്ളച്ചാട്ടത്തിനകത്ത് ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ നിസ്സാര കണികയ്ക്കകത്തുള്ള ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തിട്ടൊരു അണുവിനെ എടുത്തിട്ട് അതിനെ ഇല്ലെന്നാക്കിയാൽ അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് എനോർമസ് ആണ്. ആറ്റം ബോംബ് നമുക്കറിയാം, ഹിരോഷിമയും നാഗസാക്കിയിലും ഒക്കെ ആറ്റം ബോംബ്. അതുപോലെ തന്നെ അറ്റമിക് എനർജി ഉണ്ടാക്കുന്ന റിയാക്ടറുകളുണ്ട്. ഇങ്ങനെ വിസ്ഫോടനം നടത്തി അതിനകത്തും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കണികകൾ വെള്ളമായിട്ട് പതിച്ചിട്ട് അതിൻ്റെ ആ പതനത്തിൻ്റെ വേദനയിൽ നിന്ന് ഉണ്ടാകുന്ന പവറും കറണ്ടിൻ്റെ പവർ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു കണിക എടുത്ത് തന്നെ ഇല്ലെന്നാക്കി കഴിയുമ്പോൾ കിട്ടുന്ന പവർ, അങ്ങനെയുള്ള അണുശക്തി കൊണ്ട് ഉണ്ടാക്കുന്ന കറണ്ട് കൊണ്ട് അത് ഒത്തിരി അധികമാണ്. ഇത്ര ഉദാഹരണം ഇച്ചിരി വളച്ചു കെട്ടിയ പോലെ പറയുന്നത് നിങ്ങൾക്ക് തോന്നിയോ? വളച്ചിട്ട് പറയുന്നതല്ല. ഈ വെള്ളത്തിൻ്റെ ഒരു വീഴ്ച പോലും ഇത്രയും പവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ഹൈഡ്രജൻ കണികയുടെ ഇല്ലെന്നാകല്, അത് വിക്ടിം സോൾ എന്ന് പറയുന്നത്, സ്വയം ഇല്ലെന്നാകല് എന്തുമാത്രം എനർജിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞത് പോയിന്റ് മനസ്സിലായോ? നമ്മൾ കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്ന മണിക്കൂറുകൾ,
ദിവസങ്ങൾ നമ്മൾ ഉപവാസം എടുത്ത് നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു, അതുവഴി പവർ കിട്ടുന്നുണ്ട്. പൗശന പറയുന്നവിടെ ആരെങ്കിലും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് കിട്ടും. നമുക്ക് എല്ലാവർക്കും അനുഭവമാണ്. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് അറിയാം. ഞാനിവിടെ പല അവസരങ്ങളിൽ ഈ ധ്യാനത്തിനിടയ്ക്ക് പൊതുവായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന വേണമെന്ന് പറയുന്നതിന് മുമ്പ് ശുശ്രൂഷകർ പ്രാർത്ഥിക്കാൻ പലയിടത്തായിട്ടാണ് അവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ചില അവസരങ്ങളിൽ ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലാതെ ചിലപ്പോൾ ടോക്ക് ഇവിടെ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നപ്പോൾ പ്രാർത്ഥന കിട്ടുന്നില്ലാത്ത അവസ്ഥ വന്നിട്ട് ഞാൻ നിർത്തിയിട്ട് ഫോൺ എടുത്ത് പ്രാർത്ഥനയ്ക്ക് ഏറ്റിരിക്കുന്ന ആൾക്കാരെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ, എനിക്കിപ്പോൾ ടോക്ക് ചെയ്യണം, അങ്ങനെ വിളിച്ച് പറഞ്ഞ് അവരെ പ്രാർത്ഥന നിർത്തിയിട്ട് പിന്നെ കയറി ടോക്ക് കൊടുത്ത അനുഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ ടോക്ക് വന്ന് ആരംഭിച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് പറയാൻ മേലാതെ വന്നിട്ട് നിർത്തിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഏറ്റുന്നവരെ വിളിച്ച് ചിലരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അച്ഛാ ക്ഷമിക്കണം, ഇന്ന് ഞാൻ തിരക്കായിരുന്നു, ജോലിയായിരുന്നു, അങ്ങനെയായിരുന്നു എന്ന് അവർ സോറി പറയുന്നത് കേൾക്കേണ്ട അവസരം പലപ്പോഴും വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് കിട്ടും. പോഷണ പറയാണ് കൃത്യം അറിയാം. അപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് പോലും അത്രയും പവർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, വെള്ളം മുകളിലേക്ക് വീഴും അത്രയും പവർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ ഒരു ആറ്റം ഇല്ലെന്നായുള്ള പവർ കമ്പയർ ചെയ്യാൻ മേലാത്തതാണ്. ഈശോ സ്വയം ഇല്ലെന്നായി വ്യക്തി മോചന ദൈവമാണ്. അവിടെ ഉണ്ടാകുന്ന പവർ എന്ന് പറയുന്നത് എന്താ? ഈശോ 40 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ പവർ വലിയ പവറായിരുന്നു. പിശാചിനെ പരാജയപ്പെടുത്തി. ആര് പ്രാർത്ഥിക്കുമ്പോഴും, ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോഴും, മോശ പ്രാർത്ഥിച്ചപ്പോഴും പവർ ഉണ്ടായി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും വെള്ളം അണക്കെട്ടിനകത്ത് കെട്ടിക്കിടന്നിട്ട് മുകളിൽ നിന്ന് പൊത്തോന്ന് പറഞ്ഞ് വീഴുമ്പോൾ ഉണ്ടായ പവർ, ഈശോ 40 ദിവസം ഇങ്ങനെ അടഞ്ഞു പോയിരുന്നിട്ട് പ്രാർത്ഥിച്ചപ്പോണ്ടായ പവർ, ആ പവറിനേക്കാൾ എത്രയോ അധികമാണ് ഈശോ തൻ്റെ ജീവിതം ബലിയായിട്ട് കുരിശിൽ നിറഞ്ഞ സ്നേഹത്തോടെ പരിശുദ്ധിയുടെ നിറവില് തികവില് അർപ്പിച്ചപ്പോൾ ആ കുരിശിലെ ബലി ഉണ്ടായത്. ഹൈഡ്രജൻ ബോംബ് ആറ്റത്തിൻ്റെ ഒരു ആറ്റം പകർത്തെടുത്താൽ കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞ പോലെ ദൈവപുത്രൻ മനുഷ്യനായിട്ട് ജീവിച്ച് ആ പരിശുദ്ധ സ്നേഹത്തിന് സ്വയം ഇല്ലെന്നായപ്പോൾ, ബലിയായപ്പോഴുണ്ടായ എനർജി, അതായത് ലോകം മുഴുവനുള്ള സകല തിന്മകളെ ദൂരീകരിക്കുന്ന ആറ്റം ബോംബിനേക്കാളും ഹൈഡ്രജൻ ബോംബിനേക്കാളും ഏത് ബോംബിനേക്കാളും അധികമുള്ള വലിയൊരു ശക്തി സ്ഫോടനമാണ് ഈശ്വരൻ ബലിയർപ്പണം. അവിടെ സാത്താൻ്റെ സകലം തകർന്നു. ആ പവർ അവിടെയുള്ളത്. അതാണ് ലോകം മുഴുവനും വേണ്ടി രക്ഷകനായ ഈശോ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഈശോയുടെ ബലിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പം നമുക്ക് ഈ ഈശോയിലുണ്ടായിരുന്ന ഈ മനോഭാവങ്ങളെല്ലാം ഈശോയുടെ സഹോദരങ്ങൾ, ദൈവമക്കളെ നമുക്കും വേണം. ഈശോ പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി മോചന ദൈവം അർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ അങ്ങനെ ആകണമെന്ന് ഈശോ പറയുകയാണ്. ഇതാണ് നമുക്കുള്ള വിളി. ഇതാണ്. അപ്പം ഈശോ പറഞ്ഞ് 10:12 നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ടല്ലോ, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുകയാണ്, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാളിയാണ്. എങ്ങനെ ശേഖരിക്കുക, എങ്ങനെ ഈശോയുടെ കൂടെ നിൽക്കുക? ഇത് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് നിൽക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈശോയുടെ കുരിശുമരണത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ ഉള്ളിലെടുക്കേണ്ട കാര്യങ്ങളാണ്. ഈശോയുടെ കുരിശൻ്റെ വഴിയെ നമ്മൾ ധ്യാനിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, സ്ത്രീകൾ കരഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, എന്നെ അവിടുത്തെ കരയണ്ട, ഇതെനിക്ക് അബദ്ധം പറ്റിയതല്ല, നിങ്ങളെപ്പറ്റി കരഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിലെ അഴുക്കുകൾ മാറാത്തതിനെ പറ്റി നിങ്ങൾ പശ്ചാത്തപിച്ച് കരഞ്ഞേ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ഈശോയുടെ കുരിശൻ്റെ ബലിയുടെ ചുവട്ടിൽ കുരിശൻ്റെ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ വെറുതെ നോക്കി ചങ്കത്തടിച്ച് മാറത്തടിച്ച് വിലപിക്കുക എന്നുള്ളത് സ്നേഹമാണ്. അസിസിക്കൊണ്ടുവാനൊക്കെ കുരിശിന് വേണ്ടി വാവിട്ട് കാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സ്നേഹത്തിന് അടയാളം തന്നെയാണ്, ഒരു സംശയവും ഇല്ല. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അസിസിക്കൊണ്ട സ്വയം അർപ്പിച്ചു. നമുക്കറിയാം, പഞ്ചശതങ്ങൾ പോലെ ജീവിതം മുഴുവൻ അർപ്പിച്ചു ബലിയായിട്ട്. അതുപോലെ നമുക്കും ഈ സ്നേഹം, വിശുദ്ധി, അർപ്പണം, ഇത് മൂന്നും എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം, ദൈവം നൽകിയ ജീവിതത്തെ നമുക്ക് സ്വർഗത്തിന് വേണ്ടി സമ്പാദിക്കുന്നത് മാറ്റാനായിട്ട് ഉള്ള ഒരു കൃപ, ഒരു ബോധ്യം. എബ്രാസ്യാമ്മയുടെ ലിഖിതങ്ങളിൽ ഒരിടത്ത് വായിച്ച രംഗം ഓർമ്മ വരികയാണ്.
എബ്രായ ലിഖിതങ്ങളിൽ ഞാനിപ്പോൾ കൃത്യധ്യായം ഓർമ്മിക്കുന്നില്ല, കത്ത് ഓർമ്മിക്കുന്നില്ല, ഒത്തിരി രോഗവും വേദനയും സഹനവുമായിട്ട് കഷ്ടപ്പെട്ടയാളാണ് എബ്രാസ്യാമ്മ. ഉച്ചപ്രായത്തിൽ തന്നെ അടുത്ത് ചേർന്ന് കഴിഞ്ഞുമില്ല. ഒരു വലിയ സഹനത്തിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ വശത്തെ അമ്മയൊക്കെ വന്ന് ഇങ്ങനെ സഹായിച്ച് ശുശ്രൂഷ മരങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ നേരത്ത് എബ്രാസ്യാമ്മ പറഞ്ഞ, അമ്മ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോയി, എന്നാ എന്നെ കൊണ്ടുപോകുന്നത്, എനിക്ക് മടുത്തു, എന്നാ ഈ രോഗം എല്ലാം തീർന്നു, എന്നെ ഒന്ന് കൊണ്ടുപോകാം അമ്മേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന എബ്രാസ്യാമ്മ അമ്മയോട് പറഞ്ഞു. അമ്മ അത് കേട്ടു. അപ്പോൾ അടുത്ത പ്രാവശ്യം അമ്മ വരുമ്പോൾ അവൻ്റെ ഓർമ്മ അത് അപ്പം തന്നെയാണോ, അമ്മയുടെ കൂടെ 2-3 വിശുദ്ധർ വേറെയുണ്ട്. എന്നോട് പേര് അമ്മ ത്രേസ്യാണോ എന്നെൻ്റെ ഓർമ്മ. മറ്റൊന്നിൻ്റെ വിശുദ്ധരെ കൂടെ കാണിച്ചു. എന്നിട്ട് എബ്രാസ്യാമ്മ ഇങ്ങനെ രോഗത്തിൽ തളർന്ന് കിടക്കുകയാണ്. അമ്മ എബ്രാസ്യാമ്മ എന്നെ വെച്ച് ഇവിടെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഇപ്പം നിങ്ങൾ സ്വർഗത്തിൽ എല്ലാ സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് എൻ്റെ കൂടെ സ്വർഗത്തിലുള്ള പിതാവിൻ്റെ കൂടെ ഭവനത്തിലാണല്ലോ. എന്നാൽ നിങ്ങൾക്കൊരവസരം ഭൂമിയിൽ ജീവിക്കാനായിട്ട് തരാൻ പിതാവ് തിരുമനസ്സായാൽ അത് ഈ എബ്രാസ്യാമ്മയെ പോലെ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെയുള്ള അതിനേക്കാൾ ഭീകരമായ രോഗവും സഹനവും വേദനയും കഷ്ടപ്പാടും എല്ലാം ഒരു ജീവിതം, അങ്ങനത്തെ ജീവിതമാണ് കിട്ടാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? അങ്ങനെ ചോദിച്ചപ്പോൾ വിശുദ്ധർ പെട്ടെന്ന് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിൽ ചെന്ന് സഹിക്കാൻ ഇഷ്ടപ്പെടും, അതൊരു സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ അമ്മ എബ്രാസ്യാമ്മയുടെ വെച്ച്, നീ കേട്ടോ? അപ്പോൾ എബ്രാസ്യാമ്മ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുക്കുകയാണ്. ജോൺ മരിവിയാനിച്ചൻ പറയുന്ന മനോഹരമായ ഒരു കമൻ്റുണ്ട്. സ്വർഗത്തിലെ വിശുദ്ധർക്ക് ഭൂമിയിൽ വന്ന് വീണ്ടും ജീവിച്ച് സഹനത്തിലൂടെ നേടാനായിട്ട് കിട്ടുന്ന അവസരം കിട്ടുകയാണെങ്കിൽ അവരത് ആർത്തിയോടെ ഉപയോഗിക്കും. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, പക്ഷെ അവർക്കൊരു അവസരമില്ല. അവിടെ സ്വർഗത്തിലുള്ളവരെക്കാൾ നേട്ടമാണ് നമ്മുടെ അവസ്ഥ ഇപ്പോൾ. സ്വർഗത്തിലെ വിശുദ്ധരെക്കാൾ നമ്മൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. എങ്ങനെ? അച്ഛൻ പറയുകയാണ്, സ്വർഗത്തിലുള്ളവർക്ക് ഇനി ഒട്ടും സമ്പാദിക്കാൻ പറ്റുകയില്ല. അവർ സമ്പാദിച്ചത് വെച്ചുകൊണ്ട് നീങ്ങുന്നവരാണ്. നമുക്കിപ്പോഴും സമ്പാദിക്കാൻ പറ്റും. ജോൺ മരിവാനിച്ചൻ പറയുകയാണ്. അപ്പോൾ ഈ ഒരു ബോധ്യം എബ്രാസ്യാമ്മയ്ക്ക് വശത്തെ അമ്മ കൊടുക്കുന്നതായിട്ട് ആ കഥനകത്ത് എബ്രാസ്യാം പങ്കുവച്ചിരിക്കുകയാണ്. അതിൽ പിന്നെ എബ്രാസ്യാം പിന്നെ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല, എന്നെ ഒന്ന് മരിപ്പിച്ചാൽ കൊണ്ടുപോകണേ, എന്നെ എന്താ കൊണ്ടുപോകാൻ സ്വർഗത്തിലേക്ക്. ആ പ്രാർത്ഥന പിന്നെ എടുത്തിട്ടില്ല. പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്തോളം കാലം ഭൂമിയിൽ ഏത് രോഗമാകട്ടെ, സഹനമാകട്ടെ, ഞെരുക്കമാകട്ടെ, ഞാൻ ആയിരുന്നു കൊള്ളാം, അതുവഴി സ്വർഗത്തിലേക്ക് സമ്പാദിക്കാം. ഈശോ പറയുന്നില്ലേ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സ്വരുക്കൂട്ടണം, സ്വർഗത്തിലേക്ക് സമ്പാദിക്കണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഭൂമി നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും, ഭൗതികമായ സാഹചര്യമാകട്ടെ, ശരീരത്തിൻ്റെ ആരോഗ്യമാകട്ടെ, ജീവിതത്തിൻ്റെ അവസരങ്ങളാകട്ടെ, ആയുസ്സോ കഴിവുകളോ എന്തോ അനുഭവങ്ങളാകട്ടെ, അതെല്ലാം സ്വർഗത്തിലേക്ക് ഒടുങ്ങാതെ നിക്ഷേപം സമ്പാദിക്കണം. സമ്പാദിക്കുക വെച്ചാൽ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പൊന്നും വെള്ളിയും കൂട്ടുന്നതല്ല, ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. അതാണ് നമ്മുടെ നിക്ഷേപം എന്ന് പറയുന്നത്, അല്ല വേറെ ഒന്നുമല്ല. സ്വർഗത്തിൽ വേറെ പൊഞ്ഞിട്ട് വെക്കാൻ ഒന്നുമില്ല. ദൈവത്തിന് അവിടെ കൃപയുടെ ഒന്നും വേറെ ആവശ്യം നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വർഗത്തിലേക്ക് ആത്മാക്കളെ സമ്പാദിക്കുക, അതാണ്. അതിനുവേണ്ടി ഈശോ ബലിയായിട്ട് മാറി. ആ ഈശോയോട് ചേരാനുള്ള വിളി നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുരിശുമരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോ നമ്മൾ ആവശ്യപ്പെടുന്നത് വെറുതെയുള്ള ഒരു ഭക്തി പ്രകടനവും കരഞ്ഞുകൊണ്ടുള്ള കുരിശിൻ്റെ വേണ്ടി നിൽക്കലും കുരിശിൻ്റെ വഴിയും അതൊക്കെ വേണ്ടായിരിക്കട്ടെ. അതിനപ്പുറത്ത് ഈശോ ഏത് കാര്യത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന് എന്തിനു വേണ്ടി മരിച്ചുവോ, എങ്ങനെ മരിച്ചുവോ, ബലിയായോ, അതുപോലെ ഈ ഭൂമി ജീവിക്കാൻ, നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ ആ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കതൊരു നിയോഗമായിട്ട് എടുക്കാൻ സാധിക്കട്ടെ. ഈ ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ അവസരത്തിലും നമുക്ക് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ കുരിശിൽ സ്വയം ബലിയായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മോചന ദ്രവ്യ അഭിഷേകത്തിലായിരിക്കുവാൻ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവികാനുസരിച്ച് നമ്മുടെ ഉള്ളങ്ങളെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. മിശിഹാകർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ,
പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തരൂപനായി ഞങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഭവനങ്ങളിലേക്ക് ഇപ്പോൾ സത്യമായും സജീവമായും യഥാർത്ഥമായിട്ടും കടന്നു വരുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോ ഞങ്ങളുടെ പാദങ്ങളിരുന്ന് ദൈവരാജ്യ രഹസ്യങ്ങൾ പ്രത്യേക വർഷത്തെ അമ്മയോടൊപ്പം അമ്മയുടെ പള്ളിക്കൂടത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് പഠിക്കുവാൻ അങ്ങേ ദിവസങ്ങൾ ഞങ്ങൾക്ക് അതിലേക്ക് അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് അമ്മയോടൊപ്പം ചേർന്ന് ഞങ്ങൾ നിൽക്കുകയായിരുന്നല്ലോ. അങ്ങയുടെ കുരിശിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞ് മോചന ദ്രവ്യമായി സജീവൻ ഞാൻ അർപ്പിക്കുന്നു അനേകർക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആകണം നിങ്ങളുമെന്ന് ഈശോ അപ്പസ്തലന്മാർ അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളും അങ്ങ് ആവശ്യപ്പെടുന്നത് അങ്ങനെയാണല്ലോ. മോചന ദ്രവ്യമാവുക, പൈശാചികമായ നരകരായത്തിൻ്റെതായ കെട്ടുകളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കാൻ അങ്ങയുടെ മാതൃക ആദ്യമായിട്ട് മരണത്തിലൂടെ അനുകരിച്ചത് എൻ്റെ ഭാഗ്യം ലഭിച്ച സ്റ്റെഫാനോസിന് അദ്ദേഹത്തിൻ്റെ മരണസമയം ഭീകരമായ വെറുപ്പും ക്രൂരതയുമായിട്ട് കല്ലുമായിട്ട് പാഞ്ഞു വരുന്നവരുടെ നടുവിൽ സ്റ്റെഫാനോസ് നിന്നത് നിറഞ്ഞ സ്നേഹത്തോടെ വലിയ വിശുദ്ധിയോടുകൂടെ ജീവൻ ബലിയർപ്പിച്ചു. പാഞ്ഞു വരുന്ന കല്ലുകൾ തന്നെ ജീവൻ എടുക്കുമെന്നറിയാമായിരുന്നിട്ടും സ്റ്റെഫാനോസിൻ്റെ ഉള്ളിൽ വെറുപ്പ് കയറിയില്ല. ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നല്ലോ. വിക്ടിസോളായിട്ട് സ്വയം അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഗുണനിലവാരം, പരിശുദ്ധിയുടെ ഗുണനിലവാരം, ത്യാഗത്തിൻ്റെ ഗുണനിലവാരം ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ് എന്നും കറയില്ലാത്ത പെസഹ കുഞ്ഞാടായിരുന്നു അങ്ങ്. നിറഞ്ഞ സ്നേഹത്തോടെ അങ്ങ് കടന്നു വന്നു. സമ്പൂർണമായ ഒരു ക്രൂശീകരണത്തിൻ്റെ ഭീകരമായ സഹനത്തിലൂടെ അറിഞ്ഞുകൊണ്ട് കടന്നുപോയി. ആ ഹൈഡ്രജൻ ആറ്റം ഇല്ലെന്നാകുമ്പോൾ അനന്തമായ രീതിയിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പോലെ ഇതുപോലെ വിശുദ്ധമായ ഒരു ആറ്റമായിട്ട് അങ്ങ് സ്വയം ഇല്ലെന്നാകാൻ വിട്ടുകൊടുത്തപ്പോൾ അവിടെ ഉണ്ടായ ആത്മീയ എനർജി, ഊർജം ഈശോയെ അങ്ങേ രക്ഷകനാക്കുന്നതാണല്ലോ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കരുത്ത് അങ്ങിങ്ങനെ നേടിയ കൃപയ്ക്കുമേൽ കൃപ നേടിയ അങ്ങയുടെ ബലിയർപ്പണമാണല്ലോ. ആ മാതൃക സ്റ്റെഫാനോസ് അനുകരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. നിറഞ്ഞ സ്നേഹം മാത്രമേ യുവാവിലുണ്ടായിരുന്നുള്ളൂ. നിറഞ്ഞ പരിശുദ്ധി ആ യുവാവിൻ്റെ മുഖമുദ്രയായിരുന്നു. ഭീകരമായ മരണത്തിലേക്ക് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്തു. പരാതിയില്ലാതെ, വെറുപ്പില്ലാതെ. ശത്രുക്കളുടെ നടുവിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒരു മാലാഖയുടെ മുഖം പോലെ കാണപ്പെട്ടുവെന്ന് അപ്പോസ്തലപ്രവർത്തനം 6 അവസാന വാക്യത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. പരിശുദ്ധാത്മാവ് നിറഞ്ഞായിരുന്നു. നിറഞ്ഞ സ്നേഹത്തോടെ കൊലയാളികൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചു. ആ ഒരു മോചനദ്രവ്യ അർപ്പണം, വിക്ടിസോള അർപ്പണം, അതിൻ്റെ ഫലമായി ആ കൊലപാതകത്തിൻ്റെ സൂത്രധാരകനായിരുന്ന സാവൂൾ എന്ന യുവാവ് വിടുതൽ പ്രാപിച്ചു, മാനസാന്തരപ്പെട്ടു. ഈശോയുടെ വലിയ പ്രേക്ഷിതൻ അപ്പസ്തലനായിട്ട് മാറി. ഈശോ ഇതുപോലെ ഞങ്ങളും മോചനദ്രവ്യമായി അനേകരുടെ വിടുതലിന് വേണ്ടി സ്വയം അർപ്പിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ സ്നേഹത്തെ ജ്വലിപ്പിക്കണമേ, വിശ്വാസത്തെ ഉറപ്പിക്കണമേ, പരിശുദ്ധി ഞങ്ങളെ ആഴപ്പെടുത്തണമേ, വളർത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ചെറുതുപലുമായ സഹനങ്ങളെല്ലാം ഒരു പരാതി കൂടെ സ്വീകരിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് തരണമേ. അതിലൂടെ ഞങ്ങൾ സമ്പൂർണ്ണമായൊരു വിക്ടിസോൾ അഭിഷേക അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഇവിടെ വരികയും ചെയ്യട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിവര ഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ
അന്തോനീസ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ണിശരമൊക്കെ നിരന്തരം പ്രാർത്ഥിക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസന് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപത്തിന്റെ വാഗൺ മണ്ഡപ ധ്യാനകേന്ദ്രത്തിന്റെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ പരിശുദ്ധ പരമദിവികാരന്റെ സാന്നിധ്യം കരങ്ങൾ സംഭവിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദാസം കൊടുക്കുന്നു. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും നിയോഗ മേഖലകളോടും കൂടെ വളരെ പ്രത്യേകമായി ദൈവരായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ കാഴ്ചവെച്ചും പ്രാർത്ഥന സമർപ്പിച്ച് സഹകരിക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.